ഒരു പ്രാവശ്യം കൂടെ ഈ കൺവെൻഷനിൽ വരാനായിട്ട് എനിക്ക് ലഭ്യമായ ഈ സമയത്തിന് സ്തോത്രം. കഴിഞ്ഞ വർഷം ഇവിടെ കടന്നു വന്ന് ഈ പ്രസ്ഥാനത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ വചനം പറയുവാൻ എനിക്കൊരവസരം ഒരുങ്ങി. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇങ്ങനെ ലഭ്യമായ അവസരത്തിനായിട്ട് സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരു ലളിതമായ സന്ദേശമാണ് നിങ്ങളോട് ഇന്ന് രാത്രി പറയാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ബൈബിൾ തുറക്കാം. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം തുടങ്ങിയിട്ടുള്ള 3-4 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാവരും ബൈബിൾ തുറക്കണം. ബൈബിൾ തുറന്ന് 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം തുടങ്ങിയിട്ടുള്ള 3 വാക്യങ്ങൾ ഞാൻ വായിക്കാം. നിങ്ങൾ ആ വാക്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. അടുത്ത വാക്യം, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്തിൽ നിങ്ങളോട് പറയും. അടുത്ത വാക്യം കൂടെ നോക്കിക്കേ. പറയും, കർത്താവതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ച് കൊള്ളുവീൻ. സ്തോത്രം. നമ്മുടെ കരവെല്ലാം ഉയർത്തി ഒരുമിച്ചൊരു സ്തോത്രം എന്ന് പറഞ്ഞായിട്ട് എല്ലാവരും ചേർന്ന് കർത്താവിനെ നന്ദിയോടൊന്ന് സ്തുതിച്ചേ. സ്തോത്രം, 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 സ്തോത്രം. വളരെ പ്രശ്ന സങ്കീർണമായൊരു സമയത്താണ് നമ്മളിപ്പോൾ ആയിട്ടുള്ളത്. മുണ്ടത്താനത്ത് പാർക്കുന്ന നിങ്ങൾക്കും അടൂര് വയലയിൽ പാർക്കുന്ന എനിക്കും വലിയ പ്രയാസങ്ങളൊന്നുമില്ലെങ്കിലും പാശ്ചാത്യ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ വളരെ പ്രയാസത്തിലാണെന്ന് നിങ്ങൾക്കറിയാം. ഇന്ന് രാവിലെ മുതൽ ഭയങ്കരമായ യുദ്ധങ്ങൾ നടക്കുകയാണ്. ഇസ്രായേലും ഇറാനും ഒക്കെ ഒത്തിരി ധാരാളം മിസൈലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടു. ഇറാനിൽ 40 കുഞ്ഞുങ്ങൾ രാവിലെ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അബുദാബിയിൽ ഒരു മനുഷ്യൻ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. അങ്ങനെ പല സ്ഥലങ്ങളിൽ വലിയ പ്രയാസത്തിലും അസ്വസ്ഥതയിലുമാണ് ജനം ഉള്ളത്. എന്നാൽ ശാന്തതയോടും സമാധാനത്തോടും കൂടെ നമുക്ക് ഇവിടെ ആയിരിക്കാൻ ദൈവമൊരുക്കുന്ന ഭാഗ്യത്തിന് സ്തോത്രം. നാം ഇവിടെ സ്വസ്ഥമായി പാർക്കുന്നു. അപ്പോൾ ക്ലേശം അനുഭവിക്കുന്ന, ദുഃഖം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും നമ്മൾ ബാധ്യസ്ഥരാണ്. എല്ലാ രാജ്യത്തും സമാധാനം ഉണ്ടാകേണ്ടതിന് പ്രാർത്ഥിപ്പാൻ ഒരു ആഹ്വാനം ഈ പകലിൽ, ഈ രാത്രിയിൽ, പ്രാരംഭത്തിൽ ഞാൻ നിങ്ങൾക്ക് നൽകി തരുന്നു. സ്തോത്രം. നമുക്ക് ഈ വാക്യത്തിലേക്ക് പോകാം. ശാന്തമായിട്ട് എനിക്ക് ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട്. അതൊരു ശബ്ദകോലാഹലത്തിനകത്ത് ഇങ്ങനെ മുങ്ങിപ്പോകാതെ നിങ്ങളുടെ പരമാർത്ഥ മനസ്സിനോട് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കൺവെൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാവുന്ന കുറേ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞ് ആൾക്കാർക്കൊന്നും മനസ്സിലാകാതെ പോകാനല്ല. പിന്നെ ജനത്തിന് മനസ്സിലാവണം നമ്മളെന്ത് പറയുന്നെന്നുള്ളത് അവർക്ക് മനസ്സിലാവും. മടക്കയാത്രയിൽ അവരതിനെക്കുറിച്ച് ചിന്തിക്കണം. ഇപ്പം അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ദൈവം നമുക്ക് തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പൗലോസ്ലീഗയുടെ ഒരു സുന്ദരമായ ലേഖനമാണ് തെസ്സലോനിക്ക ലേഖനം. തെസ്സലോനിക്ക എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ്. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പെങ്ങൾ സഹോദരിയുടെ പേരാണ് തെസ്സലോനിക്ക. ആ സഹോദരിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി അലക്സാണ്ടർ പണിത ഒരു പട്ടണമാണ് തെസ്സലോനിക്ക. ആ തെസ്സലോനിക്കയിൽ ഒരു സഭയുണ്ടായിരുന്നു. അലക്സാണ്ടറിൻ്റെ പിതാവിൻ്റെ പേരാണ് ഫിലിപ്പ്.
അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി പണിത പട്ടണമാണ് ഫിലിപ്പിയ. അവിടെയും ദൈവസഭയ്ക്കൊരു സഭ ഉണ്ടായിരുന്നു. അങ്ങനെ തെസ്സലോനിക്കയിലുള്ള സഭയ്ക്ക് പൗലോസ് കൊടുക്കുന്ന ലേഖനമാണ് ഇത്. ഇതിന് ശേഷം ഒരു ലേഖനം കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പം ആ സഭയുടെ പ്രസന്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ അന്നത്തെ അവരുടെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് പൗലോസ് കൊടുക്കുന്ന ചില ചിന്തകളാണ് ഈ ചിന്തകൾ. അവരോട് പറയാണ്, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടത്, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ മരിച്ചുപോയവരെ കുറിച്ചുള്ള ഒരു അസാധാരണമായ ഭാരം തെസ്സലോനിക്ക സഭയ്ക്ക് ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് നോക്കൂ, പ്ലീസ് 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 ഇങ്ങോട്ട് നോക്കണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. സ്തോത്രം. ശാന്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് അത് സ്പർശിക്കപ്പെടണം എന്നതുകൊണ്ട് മാത്രമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ഭൂമി ആരുടെയും സ്വന്തമല്ല എന്നോ? ഈ ഭൂമി ആരുടെയും സ്വന്തം അല്ല, ആരുടെയും സ്വന്തമല്ല. നമ്മളിങ്ങനെ സ്വന്തമാണെന്നൊക്കെ പറഞ്ഞാലും അല്ല. സ്തോത്രം. സ്വർഗം, യഹോവയുടെ സ്വർഗമാകുന്ന ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നെന്നാണ്. മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നെന്ന് പറയുമ്പോൾ ഉടമസ്ഥാവകാശമല്ല, പിന്നെ കൈവശാവകാശം. കുറച്ചു കാലം കൈ വെക്കാം, 60 വർഷം അല്ലെ 70 വർഷം അല്ലെ 80 വർഷമൊക്കെ കയ്യിൽ വെക്കാം. അതിനപ്പുറത്തോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന ലാസ്റ്റ് മിനിറ്റിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം കൊടുത്തിട്ട് പോകണം. ഇല്ലെങ്കിൽ പിള്ളേർ മേടിക്കും. അവർ നമ്മളെ കൊണ്ടിങ്ങനെ ഒപ്പിടിക്കും. ഇങ്ങനെ എഴുതി ഒപ്പിടാൻ, അല്ലെങ്കിൽ അവർ തമ്പ് ഇംപ്രഷൻ എടുക്കും, ഒപ്പിടിക്കും. കയ്യിൽ സ്വർണ്ണ മോതിരം ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ, മോതിരം ഉണ്ടെങ്കിൽ അതവർ കട്ട് ചെയ്യും. അവർ കട്ട് ചെയ്തിട്ട് എങ്ങനെയും അതെടുക്കും. നോക്കിയാൽ മതി. ഞങ്ങൾ ഈ പാസ്റ്റർമാരൊക്കെ ആയതുകൊണ്ട് ഈ അടക്കവുമായി ബന്ധപ്പെട്ട് ഒത്തിരി ഞങ്ങൾക്ക് ഈ ബന്ധപ്പെട്ടേ പറ്റത്തുള്ളൂ. അടക്കങ്ങളുമായിട്ടൊക്കെ ഒന്നും കാണത്തില്ല. സ്തോത്രം. വിലപിടിപ്പുള്ളതൊന്നും കാണത്തില്ല. ഒരു പെട്ടി മാത്രമേ കാണത്തുള്ളൂ. ആ പെട്ടി, പണ്ട് പെട്ടിക്ക് വിലയുള്ള പെട്ടിയാണെങ്കിൽ ഇന്ന് പെട്ടിക്ക് ഇങ്ങനെ വിലയൊന്നുമില്ല. പണ്ട് അപ്പനെ അടക്കുമ്പോൾ ഈട്ടിപ്പെട്ടിക്ക് അടക്കണം. അന്നത്തെ ആൾക്കാരുടെ ഒരു സ്നേഹമായിരുന്നു. എൻ്റെ അപ്പനെ ഞാൻ അടക്കുമ്പോൾ ഈട്ടിപ്പെട്ടിക്ക് അടക്കും. പണ്ടത്തെ അങ്ങനെയായിരുന്നു. ഈട്ടിപ്പെട്ടി, തേക്കിൻ്റെ പെട്ടിക്കൊക്കെയാണ് അടക്കിക്കൊണ്ടിരുന്നത്. പിന്നെ പിള്ളേർക്ക് വിദ്യാഭ്യാസം വന്നപ്പോൾ അവർ മനസ്സിലായി ഡെഡ് മണിയാണ്, കുഴി പോകുന്നത്. എന്തിനാ തേക്കിൻ്റെ പെട്ടി? അതിൻ്റെ ആവശ്യമില്ല. പിന്നെ കണ്ടാൽ തേക്കാന്ന് തോന്നിയാൽ മതിയല്ലോ. അതിന് പോളിഷിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പോളിഷ്. അപ്പോൾ കണ്ടാൽ തേക്കാൻ തോന്നും, പക്ഷെ തേക്കല്ല. സ്തോത്രം. ഇപ്പോൾ അവിടുന്ന് മാറി നമ്മൾ വിശുദ്ധരായതുകൊണ്ടും വെള്ളം മാത്രം ധരിക്കുന്നതുകൊണ്ടും മക്കൾ പറഞ്ഞു, ഇല്ല, എൻ്റെ അപ്പനെ അടക്കുന്നെങ്കിൽ വെള്ളപ്പെട്ടിക്ക് അടക്കത്തുള്ളൂ. അതാ ഇപ്പോഴത്തെ ട്രെൻഡ്. ശരിക്കും പഠിച്ചല്ല, വെള്ളപ്പെട്ടിക്ക് ഏറ്റവും വില കുറവ് 10,000 രൂപയുള്ളൂ. സ്തോത്രം. പോളിഷ് അടിക്കുന്നതിന് 15,000-ഉം ഈട്ടിയും തേക്കിനൊക്കെ അതിനേക്കാൾ കൂടുതലാണ്. വെള്ളപ്പെട്ടിക്കാ പൈസ കുറവ്. അത് പറയത്തില്ല. മമ്മി വെള്ളയായതുകൊണ്ട് പെട്ടിയും വെള്ള, വിശുദ്ധിയുടെ പര്യായം. വിശുദ്ധിയുടെ ഒന്നും അല്ല, വിലക്കുറവായതുകൊണ്ടാണ്. ഈ പെട്ടി ഒഴികെ വിലപിടിപ്പുള്ളതൊന്നും കാണത്തില്ല. എന്നോട് നിങ്ങൾ വരണം. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് മൊബൈൽ മോർച്ചറി ആണല്ലോ. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡായി മൊബൈൽ മോർച്ചറി. പണ്ട് ഇതൊന്നുമില്ല. മരിച്ചു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ വെച്ചാൽ അവിടെ നിന്ന് രാത്രി മുഴുവൻ പാട്ടും പ്രാർത്ഥനയാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഈ മൊബൈൽ മോർച്ചറി ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അതുകൊണ്ട് ഇതിൻ്റെ ഗ്ലാസ് പൊക്കിയിട്ട് ഈ അകത്തിരിക്കുന്ന ഡ്രസ്സ്, ഇടിയിച്ചേക്കുന്ന ഡ്രസ്സ് പുതിയതാണെന്ന് ആരും നോക്കത്തില്ല. ഇത് പൊക്കിച്ച് പെട്ടിയില്ലെങ്കിൽ പിന്നെയും ചിലപ്പം നോക്കാൻ സാധ്യതയുണ്ട്, വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കാം. പെട്ടിയുള്ളതുകൊണ്ട് നോക്കത്തില്ല. അതുകൊണ്ട് ഷർട്ട് പോലും പുതിയതായിരിക്കത്തില്ല, പഴയതായിരിക്കും. സ്തോത്രം. അങ്ങനെയൊക്കെയാണ്. പിന്നെ 150 രൂപയുടെ തുണി ഉണ്ടെങ്കിൽ എൻ്റെ മണ്ടലോട്ട് വെച്ച് അതിൻ്റെ പുറത്ത് 2 ഫ്ലവറൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഒന്നും കിട്ടത്തില്ല. ഞാൻ പറഞ്ഞത്, ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഭൂമി നമ്മുടെ സ്വന്തം അല്ല. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഇവിടെ പറഞ്ഞു, നമ്മൾ ഈ ഫിസിക്കൽ ബോഡിയിൽ ഭൂമിയിൽ താമസിക്കുന്നതിനേക്കാൾ കൂടുതൽ കാലഘട്ടം നമ്മൾ ഈ ഭൂമിയിൽ താമസിക്കുന്നത് അസ്ഥിയായിട്ടാണ്. അപ്പോൾ വീട് പണിയുന്നതിനേക്കാൾ നന്നായിട്ട് സെല്ല് പണിയണം. അതാണ് നല്ലത്. കാരണം വീട്ടിൽ 50 വർഷവും സെല്ലിൽ കുറേ കാലവും അസ്ഥിയായിട്ട് കിടക്കും. എത്ര കാലം?
യേശു വരുന്നത് വരെ. അന്ന് ഉയർത്തില്ലെങ്കിലോ അന്ത്യ ന്യായവിധി സമയത്ത്. അപ്പോൾ കുറേ കൊല്ലം എവിടെ കിടക്കും? സെല്ലിൽ. അസ്ഥിയായിട്ട് ജോർജ് കുട്ടിച്ചാൻ്റെ അസ്ഥി, കുഞ്ഞമ്മാമ്മയുടെ അസ്ഥി, തങ്കച്ചായൻ്റെ അസ്ഥിയൊക്കെ ആയിട്ട് നമ്മുടെ ഈ അസ്ഥി ഇങ്ങനെ അവിടെ കിടക്കും വർഷങ്ങൾ. ഇപ്പം സെല്ല് പണിയുമ്പോൾ നന്നായിട്ട് പണിയണം, കാരണം അവിടെ ആയിരിക്കും നമ്മൾ ലോങ് ടൈം താമസിക്കുന്നത്. എൻ്റെ കൂടെ നിങ്ങളുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? പ്രൈസ് ദി ലോർഡ്. ഈ മരിച്ചു പോയവർ നമുക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. എൻ്റെ കൂടെ വിഷമം തോന്നരുത്, അങ്ങനെയൊന്നും പറ്റത്തില്ല. ഇല്ല. ഇപ്പോൾ ഒരു ട്രെൻഡാണ് ഓട്സ്. ഇപ്പം നമ്മുടെ അമ്മച്ചിമാരെല്ലാം കഴിക്കുന്ന ഫുഡ് ഓട്സാണ്. എല്ലാവരും വൈകിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഓട്സ് കഴിക്കുക. ഉച്ചയ്ക്ക് മാത്രം 1 കപ്പ് ചോറും വൈകിട്ട് ഓട്സും, രാവിലെ ചപ്പാത്തി. ഈ ഓട്സ് കഴിക്കുന്ന അമ്മച്ചി ഈ ഓട്സ് കഴിക്കുമ്പോൾ ചിന്തിക്കുന്നത് ഓരോ പ്രാവശ്യം ഓട്സ് കഴിക്കുമ്പോഴും ഓരോ മണിക്കൂർ വെച്ച് ലൈഫിൽ കൂടുന്ന. ലൈഫ് കൂടത്തൊന്നുമില്ല. ലൈഫിനെ നീട്ടാനുള്ള ഒരു ഔഷധ ഗുണവും ഓട്സിനില്ല. രോഗമില്ലാതെ ചാകാം, അത്രയേ ഉള്ളൂ. വേറെ ഫുഡൊക്കെ കഴിച്ച് രോഗം വരും. ഇപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡാണ് നമുക്ക് രോഗം ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് രോഗമില്ലാതെ ആരോഗ്യമായിട്ട് ചാവാം, അല്ലാതെ ലൈഫ് നീളത്തില്ല. ഓട്സിന് അങ്ങനത്തെ പ്രത്യേകിച്ച് ഗുണമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവരും ഓട്സ് കഴിച്ചേനെ. ഇപ്പോൾ ഓട്സ് കൊണ്ട് മെച്ചമെന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ട് മരിക്കാം. കിടന്ന് വലിച്ചു മരിക്കാം, അത് നടന്ന് മരിക്കാം, അതേ ഉള്ളൂ. ലൈഫ് നീളത്തൊന്നുമില്ല, ആയുസ് നീളത്തില്ല. ഞാൻ പറഞ്ഞത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഓട്സ് കഴിച്ചാലും ഇവിടുന്ന് മനുഷ്യൻ എന്ത് ചെയ്യണം? പോയേ പറ്റും. ഇപ്പോഴത്തെ മറ്റൊരു ട്രെൻഡാണ് നടക്കുക എന്ന് പറയും. ഇപ്പോൾ എല്ലാവരും നടപ്പാണ്. രാവിലെ അപ്പച്ചമാരൊക്കെ ബർമുടയൊക്കെ ഇട്ട് ഷൂ ഒക്കെ ഇട്ട് ഇച്ചിരി വടിയും പിടിച്ചിങ്ങനെ നടക്കുന്ന രാവിലത്തെ ആ പോക്കും വർത്തമാനവും ഒക്കെ കണ്ടാൽ നല്ലതാണ്, നടക്കണം. ആയുസ് കൂടുന്നുള്ള ചിന്തയല്ല ഈ നടക്കുന്നത്. ഒരു കുഴപ്പമില്ല, ഇങ്ങനെ അങ്ങനെയൊന്നും അല്ല. നാളെ നടന്നില്ല, നീ നിൻ്റെ പ്രായത്തിൽ ആയുസിൽ ചാവും. നിനക്കിട്ടൊക്കെ ആയുസിൽ 1 ഇഞ്ച് മുമ്പോട്ട് പോകത്തില്ല, ചാവും. ഇവിടെ നിന്ന് പോകും. അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നമ്മളെ എത്ര മസിൽ പിടിച്ചാലും ഒരു ദിവസം ഇങ്ങനെ പാട്ടൊക്കെ പാടി പാസ്റ്റർമാരുടെ കെയർ ഓഫിൽ ഇങ്ങനെ നമ്മളെ കൊണ്ടുപോകും. ഒരു ദിവസം അങ്ങനെ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. അല്ലേ നമ്മൾ കർത്താവ് വരണം. കർത്താവ് വന്നാൽ പിന്നെ കുഴപ്പമില്ല, രൂപാന്തരം പ്രാപിക്കും. അല്ലേ ചാവും, ഇവിടുന്ന് പോവും. പ്രൈസ് ദി ലോർഡ്. മുണ്ടത്താനത്ത് ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞോന്നറിയത്തില്ല, മുണ്ടത്താനത്തിൻ്റെ 100 വർഷം മുമ്പുള്ള ഫോട്ടോ ഗൂഗിളിൽ കിടപ്പുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ മുണ്ടത്താനമല്ലേ ഈ സ്ഥലം? അതെ. ഇതിൻ്റെ 100 കൊല്ലം മുമ്പത്തെ ഫോട്ടോ ഗൂഗിളിൽ കിടപ്പുണ്ട്. പിന്നെ നോക്കിയാൽ മതി, ഗൂഗിളിൽ കിടപ്പുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയി നോക്കണം. മുണ്ടക്കയം 100 വർഷം മുമ്പത്തെ മുണ്ടത്താനത്തിൻ്റെ ഫോട്ടോ. ഒരു കൊച്ച് 3-4 കടകൾ. ഈ റോഡൊന്നും ഹൈവേ ഒന്നുമല്ല, ചെറിയ റോഡ്. ഒരു 3-4 ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ. പക്ഷേ അവരെ ഇവിടെ കാണാനില്ല. ഞാനിപ്പോൾ എത്രയോ വർഷം മുണ്ടത്താനത്ത് പ്രസംഗിക്കുന്നു. കഴിഞ്ഞ വർഷം പ്രസംഗിച്ചു, ഈ വർഷം പ്രസംഗിച്ചു, ഇടയ്ക്കൊക്കെ വരുന്നുണ്ട് ഇവിടെ. അപ്പം ആ ഗൂഗിളിൽ കണ്ടെന്നു ആ കുറച്ച് ആൾക്കാരെ ഇവിടെ എങ്ങും കാണാനില്ല. എന്തിയേ? അവരെല്ലാം ഇവിടുന്ന് പോയി, ഇവിടെ ഇല്ല. അവരന്ന് പറഞ്ഞത് ഞാനില്ലെങ്കിൽ മുണ്ടത്താനമില്ലെന്നാ. അന്നത്തെ ആൾക്കാരുടെ സംസാരമൊക്കെയാണ്. ഞാനില്ലെങ്കിൽ മുണ്ടത്താനമില്ല, ഞാനില്ലെങ്കിൽ വീട്ടിൽ ഒന്നും നടക്കത്തില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. നീ പോയാലും മുണ്ടത്താനത്തിൻ്റെ ഒരു ദോഷവും ഇല്ല. കടകൾ തുറക്കും, ഓട്ടോ ഓടും, റബ്ബർ വെട്ടാൻ ആൾക്കാർ പോകും. പിള്ളേർ ഒരാഴ്ച ദുഃഖിച്ചിട്ട് പിറ്റേ ദിവസം പിള്ളേർ സ്കൂളിൽ പോകും. അമ്മാമ്മ സങ്കടത്തോടെ ഒരു ദിവസം കുക്ക് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് കഴിക്കാതിരിക്കത്തില്ല, ഓർഡർ ചെയ്ത് കഴിക്കും. കുക്കിംഗ് ഇല്ലെന്നുള്ളതേ ഉള്ളൂ. ഒരാഴ്ച ഓർഡർ ചെയ്ത് കഴിക്കാതിരിക്കത്തില്ല. നമ്മൾ ചാകുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല. ഇവിടുന്ന് പോകും. ഇവരെല്ലാം ഇങ്ങനെ പോയി കഴിഞ്ഞു. ഇവിടുന്ന് പോയി. 100 വർഷം മുമ്പ് ഒരൊറ്റ മനുഷ്യൻ ഇവിടെ ഇല്ല. ഇനി നോക്കൂ, കർത്താവ് വന്നില്ലെങ്കിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഒരൊറ്റയാളും അടുത്ത 100 കൊല്ലം കഴിയുമ്പോൾ കാണത്തുമില്ല. അപ്പോൾ ആ സിസ്റ്ററിൻ്റെ അടുത്ത് 2 കുഞ്ഞുങ്ങൾ, മോൻ 5 വയസ്സാണെങ്കിൽ അടുത്ത 100 വർഷം കഴിയുമ്പോൾ ആ കൊച്ചിൻ്റെ പ്രായം 105 വയസ്സാണ്. 105 വയസ്സുള്ള ഒറ്റയാൾ മുണ്ടത്താനത്തില്ലെങ്കിൽ അടുത്ത 100 വർഷം വരെ കർത്താവ് വന്നില്ലെങ്കിൽ ആ മോൻ ഉൾപ്പെടെ ഈ മുണ്ടത്താനത്തില്ല. ഇവിടെ ഇല്ല. ആ കുഞ്ഞുൾപ്പെടെ എല്ലാം വൈൻഡപ്പ് ചെയ്യും. സ്തോത്രം. എല്ലാം ഇങ്ങനെ കുറച്ചു കാലം ഈ ഭൂമിയിലുള്ള 70 വർഷം 80 വർഷമൊക്കെ ഉള്ളു. ഇപ്പം പകുതി കഴിഞ്ഞു, ഇനി കുറച്ചുകൂടെ ഉള്ളു. നമ്മൾ എനിക്കറിയത്തില്ല, കഴിഞ്ഞിടയ്ക്ക് ഒരു ധനാഢ്യനായ മനുഷ്യനെ പ്രഷർ താങ്ങാതെ വെടിവെച്ചു. കോടീശ്വരനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ വിഷയത്തിനകത്ത് ഇടി ഇങ്ങനെ ചോദ്യം ചെയ്തു. അപ്പം 3-4 ദിവസം കൊണ്ട് ചോദ്യം ചെയ്ത് ആൻസർ പറഞ്ഞ് പുള്ളിക്കങ്ങ് പ്രഷർ കയറി. അമ്മയോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറിയിട്ട് സൈലൻസർ വെടിപ്പിച്ച തോക്കെടുത്തിട്ട് ഒറ്റ വെടി, ഓൺ ദ സ്പോട്ടിൽ ഡെഡ്. ഞാൻ ചിന്തിക്കായിരുന്നു, അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മൊത്തം എഴുതി കൊടുത്താലും പുള്ളിക്ക് ഫ്രീ ആയിട്ട് ജീവിക്കാം.
ഇനി അധ്വാനിച്ചാലും ജീവിക്കാം. പക്ഷേ ആ ചിന്ത പോയില്ല. ഇത്രയും ഉള്ളവൻ ഒരു സെക്കൻഡ് കൊണ്ട് ലൈഫ് അസ്തമിച്ചു. നമ്മൾ ചിന്തിച്ചതാണ്. നമ്മുടെ പാട്ടുകാരൻ ജോബിക്ക് വരെ വീട് കൊടുത്ത മനുഷ്യനാണ്. അത് 1 കോടി രൂപയുടെ വീട് കൊടുത്ത ആളാണ്. ഇവിടുന്ന് പോകും. അതാ ഞാൻ പറഞ്ഞു വന്നേ, കുറച്ചു കാലമൊക്കെ ഇങ്ങനെ പാട്ടും പാടി കയ്യും അടിച്ചിങ്ങനെ പോകാം. ഒരു സുപ്രഭാതത്തിൽ വൈൻഡപ്പ് ചെയ്യും. നമ്മുടെ സെൻട്രൽ ട്രാവൻകൂറിലെ ട്രെൻഡ് അനുസരിച്ച് ഞാനൊരു ദൂത് പറയാനുള്ള വെപ്രാളത്തിലാണ്. നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ മതി. ഇപ്പോൾ വരുന്നുണ്ട്, ഇപ്പോൾ ഓക്കെ ആയി, സംഭവം ഓക്കെ ആയി. സ്തോത്രം. ഈ സെൻട്രൽ ട്രാവൻകൂറിലെ ട്രെൻഡ് അനുസരിച്ച് ഒരു 65 വയസ്സാകുമ്പോൾ വിശ്വാസികളൊക്കെ പ്രാർത്ഥന അല്ലെങ്കിൽ കോട്ടേജ് മീറ്റിംഗ് മുടക്കും. ഒരു 65 ഒക്കെ ആകുമ്പോൾ നമ്മുടെ സെൻട്രൽ ട്രാവൻകൂറിൽ ഞാനൊരു പാസ്റ്റർ ആയതുകൊണ്ട് ഒരു 65 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും ഈ നടക്കാനും പോകാനൊക്കെ മേലാത്തത് കൊണ്ട് കോട്ടേജ് മീറ്റിംഗ് മുടക്കും സാധാരണ. ഒരു 68 വയസ്സാകുമ്പോൾ ഉപവാസ പ്രാർത്ഥനയും മുടക്കാൻ തുടങ്ങും. മേല, കാല് കൈക്ക് വേല, പരിപ്പ്, കൊണ്ടുപോകാൻ ആളില്ല, വരാൻ ആളില്ല, പല പ്രയാസം. ഒരു 70 വയസ്സാകുമ്പോൾ സഭായോഗം മുടക്കി വീട്ടിൽ താമസിക്കും. എന്തിനാണ്? ഇനി ഞാൻ ചർച്ചയിൽ പോകുന്നില്ല, മേല. പിന്നെ എന്തോ കാത്തിരിക്കുക, മരണം കാത്തിരിക്കുക. ഇങ്ങനെ ഇനി ബാക്കി ഫുൾ ടൈം വീട്ടിൽ മരണം വെയിറ്റ് ചെയ്യുക. എന്തുകൊണ്ടാ മാമ വിശേഷം? എന്തോ പറയാനാ പാസ്റ്റർ? എങ്ങനെയൊന്ന് പോയാൽ മതി, കർത്താവ് ഒന്ന് വന്നോ മതി, എങ്ങനെയൊന്ന് പോയാൽ മതി. നീ മരണം കാത്തിരിക്കുക. ഒരു ദിവസം നമുക്ക് കേൾക്കാൻ പറ്റും, കുഞ്ഞമാമ, ഒരു പേര് ഞാൻ പറയുകയാണ്, വീണു, അല്ലെങ്കിൽ എന്തോ പ്രയാസം പറ്റി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞങ്ങൾക്ക് പെട്ടെന്ന് കോള് വരുന്നു, അമ്മാമ പാസ്ഡ് അവേ, വിട്ടു. പാസ്റ്ററെ, മാമ നിത്യതയിൽ ചേർക്കപ്പെട്ടു. അപ്പം ഞങ്ങൾ ചർച്ചിൻ്റെ ഗ്രൂപ്പിനകത്ത് ഇട്ട് കൊടുക്കും, അമ്മാമ നിത്യതയിൽ ചേർക്കപ്പെട്ടു. എന്നിട്ട് അവിടെ ചെന്നൊരു പാട്ട് പാടും. ഇതാണ് സംഭവമേ. ശോഭയേറുമോർനാടുണ്ടതിൽ ഒരു പാട്ടിങ്ങനെ 2 ലൈൻ പാടിയിട്ട്, മോർച്ചറി എന്ന് പറയുന്ന സംവിധാനമാണല്ലോ നമ്മുടെ ബോഡി സൂക്ഷിക്കുന്ന സ്ഥലം. താൽക്കാലിക ക്രമീകരണങ്ങൾക്കായി ഞങ്ങൾ ഈ ബോഡി മോർച്ചറിയിൽ സൂക്ഷിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇത് അടക്കാനുള്ള സംവിധാനങ്ങൾ. മക്കൾ വരുന്നു, എല്ലാവരെയും വിളിച്ചു പറയുന്നു. പാസ്റ്ററെ വിളിച്ചു, സെൻട്രൽ പാസ്റ്ററെ വിളിച്ചു, ഓവർസിയർ വന്നു. ഒരു ദിവസം പ്ലാൻ ചെയ്തു. രാവിലെ ആംബുലൻസുകാരനെ വിളിച്ചിട്ട് ആംബുലൻസുകാരൻ്റെ ഡ്രസ്സ് കൊടുത്തു വിട്ട് വെച്ച് പറഞ്ഞു, മോർച്ചറി ചെന്ന് മമ്മീനെ ഒരുക്കണം. മമ്മീനെ ഒരുക്കി കഴിയുമ്പോൾ ഞങ്ങളെ എന്ത് ചെയ്യണം? വിളിക്കണം. അപ്പം നിങ്ങൾ വരുന്നില്ലയോ? അല്ലെങ്കിൽ ഞങ്ങൾ വരുന്നില്ല, കാരണം അത്രയും സമയം. എന്തിനാ അത്രയും സമയം? ഒരുക്കിയിട്ട് വിളിച്ചാൽ മതി. ഒരുക്കാൻ പോലും കൂടെ പോകത്തില്ല, കൊടുത്തു വിടത്തേ ഉള്ളൂ. ആംബുലൻസുകാരൻ ചെന്ന് മോർച്ചറി സൂക്ഷിപ്പുകാരൻ്റെയും ഡ്രസ്സ് കൊടുത്ത് ഒരുക്കി കഴിയുമ്പോൾ അയാൾ വിളിക്കും, ബോഡി റെഡിയാണ്, നമുക്ക് കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ ചിരിക്കുന്ന അമ്മച്ചിയുടെ ഫോട്ടോ ഒക്കെ വെച്ച 3-4 വണ്ടിയിൽ പിള്ളേരെല്ലാം നല്ല പുത്തൻ ചുരിദാറും ഷർട്ടും ഷൂ ഒക്കെ ഇട്ട് അങ്ങോട്ട് വന്ന് ഇതെടുത്തു വെക്കും. അവിടെ വെച്ചിട്ട് പ്രയർ, ഒരു ഇതേ പാട്ട് വീണ്ടും പാടും. ഒരു സങ്കീർത്തന ഭാഗം ഒന്ന് വായിച്ച്, ഞാൻ പറഞ്ഞത് നമ്മുടെ എൻഡിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കാനാണ്. നമ്മളൊന്നും അല്ലെന്ന് പഠിക്കാൻ വേണ്ടിയായി പറയുന്നു. നമ്മളൊന്നും അല്ല, നമുക്ക് അറിയത്തില്ല. നമ്മൾ വേറെ ഏതോ ലെവലിലാണെന്നുള്ള ധാരണയില്ല. അങ്ങനെ അല്ലെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ചിന്തയൊന്ന് പറഞ്ഞൊപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് ഞാൻ. സെയിം പാട്ടും പാടി ഒരു സങ്കീർത്തന ഭാഗം വായിച്ചിട്ട് ഈ പെട്ടിയെടുത്ത് നേരെ ആംബുലൻസിൽ വെക്കുമ്പോൾ പാസ്റ്റർ ചോദിക്കും, കയറുന്നുണ്ടോ ആരെങ്കിലും? ഒരു 3-4 കസേരയുണ്ട് അവിടെ, കയറാൻ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരും കയറാനില്ല. അവിടെ വലിയ പാടാ. മോള് കയറുന്നോ? ഞാൻ കയറുന്നില്ല, എനിക്ക് വോമിറ്റിങ്. മൂത്ത മോള് കയറുന്നോ? ഇല്ല, പുള്ളിക്കാരേക്ക് പ്രയാസം. എന്നറിയാമോ, അരമണിക്കൂർ ചിരിക്കാതിരിക്കണ്ടായോ? ഇങ്ങനെ ദുഃഖിച്ചിരിക്കണ്ടായോ എന്ന് നോക്കിക്കൊണ്ട്. അപ്പം അതിൻ്റെ പ്രയാസത്തില്ല, കയറാൻ ആളില്ല. പിന്നെ മരുമക്കൾ കയറുന്നതിൻ്റെ കാരണം ഒറ്റ കാരണമാണ്, കഴിഞ്ഞ 25 വർഷം എന്നെ കഷ്ടപ്പെടുത്തിയ മാതാവ്. കിടക്കുന്ന കിടപ്പ് കണ്ടോ, കൺകൊടുക്കെ കാണാനുള്ള വെപ്രാളത്തിൽ അവർ കയറും. 1.5 മണിക്കൂർ ഈ സാധനം വീട്ടിൽ കൊണ്ടുവരും. ലിസൺ, 8:30 മുതൽ 9 വരെ. എന്നോട് നിങ്ങൾ വന്നേ, ഇതിനപ്പുറത്തൊന്നും സംഭവിക്കാനില്ലെന്ന് പറയാനാ. 1/2 മണിക്കൂർ കോടികൾ മുടക്കി പണിത വീടാ. ആ മനുഷ്യൻ്റെ ഒരു പുരുഷായുസിൻ്റെ അധ്വാനം ആ വീട്. പക്ഷേ 1/2 മണിക്കൂറേ ഉള്ളൂ, 8:30 മുതൽ 9 വരെ. ഇന്ന് വരെ ഒറ്റ മക്കളും കരഞ്ഞോണ്ട് പറഞ്ഞിട്ടില്ല, എൻ്റെ മമ്മി പണിത വീട്, എൻ്റെ അപ്പൻ കഷ്ടപ്പെട്ട് വെച്ച വീടാ പാസ്റ്റ്, ഇരിക്കട്ടെ ഒരു 3 മണിക്കൂർ. ഇല്ല, അങ്ങനെ ഇന്ന് വരെ ഒരു മോളും പറഞ്ഞിട്ടില്ല, ഒരു മോനും പറഞ്ഞിട്ടില്ല, പാസ്റ്റർ ഇരിക്കട്ടെ, പാസ്റ്റർ കൊതിതീരിക്കട്ടെ. അങ്ങനില്ല. 1/2 മണിക്കൂർ, 1/2 മണി, അത്രയേ ഉള്ളൂ. അതും ഇരിക്കത്തില്ല, നിൽക്കത്തേ ഉള്ളൂ. കാരണം അതിൽ കൂടുതൽ സമയം എടുത്താലോ, ഇരിക്കുവാണെങ്കിൽ സമയം കൂടുതലാവും, നിൽക്കുവാണെങ്കിൽ കുഴപ്പമില്ല. 9 മണിയാകുമ്പോൾ ഈ വെളിയിൽ ഇറക്കി വെച്ചേച്ച് ഒരു 3 മണിക്കൂർ അറിയാവുന്നവരും അറിയാത്തവരൊക്കെ അനുശോചനം പറയും. അതിനിടയ്ക്ക് ഒരു കുറിപ്പ് പാസ്റ്റർക്ക് വരും. ആ കുറിപ്പ് മറ്റൊന്നുമല്ല, ഈ പാസ്റ്റർമാരുടെ തിരക്ക് കൂടുതലാണ്,
എത്ര കൂടിയാലും 12 മണിക്ക് നമ്മൾ ഈ സാധനം എന്ത് ചെയ്യണം? എടുക്കണം. 12 o'clock. നിങ്ങൾ 12 ആകുമ്പോൾ പ്രസംഗിക്കുന്ന പാസ്റ്റർ പറയും നമുക്ക് ഇനി ചുംബനത്തിൻ്റെ സമയമാണ്. ചുംബനമൊക്കെ നമ്മൾ സൈലൻ്റായിട്ട് വാച്ച് ചെയ്യണം. നല്ല രസമാണ്. എല്ലാം ഈ ടിഷ്യൂയിലുള്ള ചുംബനമാണ്. ടിഷ്യൂ ഇടുക, ചുംബിക്കുക, വീണ്ടും ടിഷ്യൂ ഇടുക, ചുംബിക്കുക. അതൊക്കെ ശ്രദ്ധിച്ചാലറിയാം. ക്ലോസ്ഡ് ആയിട്ട് വാച്ച് ചെയ്യണം. പാസ്റ്റർമാരായതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചേ പറ്റത്തുള്ളല്ലോ. ആരൊക്കെ കൊടുക്കുന്നു, എങ്ങനെ കൊടുക്കുന്നു. ചില ചുംബനമൊക്കെ കണ്ടാൽ മുട്ടിച്ചിട്ട് പോവാവും. അതിനപ്പുറത്തോട്ട് അത്രയേ ഉള്ളെന്നാണ് ഞാൻ ഈ പറഞ്ഞു വന്നേ. സെയിം വണ്ടി 12 മണിക്ക് വന്നു. ഈ സാധനം എടുത്ത് അതിനകത്തോട്ട് വെച്ച് നേരെ സെല്ലിൽ ചെന്നു. ഒരു അരമണിക്കൂർ ഒരു ഷോർട്ട് മെസ്സേജ് 3 ബൈബിളും വായിച്ചിട്ട് ചോദിക്കും, ആരെങ്കിലും കാണാനുണ്ടോ? ആരും കാണാനില്ല, എല്ലാവരും കണ്ടു. അടച്ചേക്കാം. അടച്ചൊരു ശകലം മണ്ണ് വാരിയിട്ട് ചടച്ച് കർത്തൃകാകളം യുഗാന്തിയ കാലത്തിൽ ധ്വനിക്കുമ്പോൾ എന്നുള്ള പാട്ടും പാടി നേരെ ഈ സാധനം സെല്ലിനകത്തോട്ട് വെച്ച് സ്ലാബും വെച്ചങ്ങ് അടച്ചാൽ പിന്നെ അങ്ങോട്ട് പോകണമെങ്കിൽ അടുത്തയാൾ മരിക്കണം. അല്ലാതെ ആ സ്ഥലത്തോട്ട് പിന്നെ നമ്മളാരും പോകാറ് പോലുമില്ല. കത്തോലിക്കർക്ക് ഒരു പ്രത്യേകതയുണ്ട്. 1 വർഷം കഴിയുമ്പോൾ ഒരു കല്ലറ പെയിൻറ് ചെയ്യാൻ പോകും, വെള്ളയടിക്കും. ഞാൻ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണ്. 1 കൊല്ലം കഴിയുമ്പോൾ കത്തോലിക്ക അതുകൊണ്ട് മെച്ചമൊന്നുമില്ല. എന്നാലും അവരവിടെ ചെല്ലും എന്നുള്ളതാണ്. നമ്മൾ നീയോ ദാനിയേലേ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ് വെച്ചാൽ പിന്നെ അടുത്ത ആൾ ചത്താലേ അങ്ങോട്ട് പോകത്തുള്ളൂ. അതിനപ്പുറത്തൊരു കേസില്ല. പിന്നെ ഈ കരച്ചിലിൻ്റെയും വേദനയുടെ എല്ലാം ദുഃഖം നമ്മൾ കടിച്ചമർത്തുന്നത് പപ്സും ജ്യൂസും ഉണ്ടല്ലോ, കടിച്ച് നമർത്തുക. പപ്പ മരിച്ചതിൻ്റെ ദുഃഖം പപ്സയിലങ്ങ് തീർക്കുക. പിന്നെ ഓർമ്മയിലില്ല. എന്നോട് നിങ്ങൾ വന്നേ, എന്നോട് നിങ്ങൾ ഉണ്ടല്ലോ അല്ലേ, സ്തോത്രം. പിന്നെ ഓർമ്മയിലില്ല. എല്ലാവരും ഈ ലൈവ് എടുത്തു വെക്കും, പക്ഷെ ഒരൊറ്റ പ്രാവശ്യം പോലും ഈ ലൈവ് പിന്നെ എന്ത് ചെയ്യത്തില്ല, കാണും. ഒരു പ്രാവശ്യം ഞാൻ എന്ന് നോക്കാൻ ഒറ്റ പ്രാവശ്യം കാണും. പിന്നെ ഇതെവിടെ പോകുന്നെന്നറിയത്തില്ല, കാണത്തില്ല. കല്യാണത്തിൻ്റെ വീഡിയോ 10 വട്ടം കാണും, പക്ഷേ മമ്മിയുടെ മരണത്തിൻ്റെ വീഡിയോ പിന്നെ കാണത്തില്ല. ഫോട്ടോ പോലും കാണത്തില്ല. ഞാൻ കഴിഞ്ഞിടയ്ക്ക് എവിടെ പറഞ്ഞൊരു 100 കൊല്ലം കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ പോലും ഇവിടെ ഇല്ല, നമ്മളില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചൊരു ചോദ്യമുണ്ട്. വല്യപ്പൻ്റെ ഫോട്ടോ. വല്യപ്പൻ ആരാ? അപ്പൻ്റെ അപ്പനാണ് വല്യച്ഛൻ. അദ്ദേഹത്തിൻ്റെ വല്യച്ഛൻ ആരാ? അദ്ദേഹത്തിൻ്റെ അപ്പൻ്റെ അപ്പൻ. പുള്ളിയുടെ ഫോട്ടോ ഉണ്ടോ? നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല. വല്യപ്പൻ്റെ അപ്പൻ്റെ ഉണ്ടോ? വല്യപ്പൻ്റെ വരെ കാണും, വല്യപ്പൻ്റെ അപ്പൻ്റെ ഇല്ല. പക്ഷെ പുള്ളി ഉണ്ടായിരുന്നു ഇവിടെ. പുള്ളി മേടിച്ച സ്ഥലത്താണ് നമ്മൾ വീട് വെച്ചേക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ എൻ്റെ മുല്ലപ്പൻ്റെ കാലഘട്ടം പുള്ളി മേടിച്ച സ്ഥലമാണ്. പുള്ളി ഇങ്ങനെ കണ്ടവും പൂട്ടി കാളയും പിടിച്ചൊക്കെ പോയ മനുഷ്യനാണ്. അയാൾ ഉണ്ടാക്കിയ സ്ഥലത്താണ് വീട് വെച്ചേക്കുന്നത്. പക്ഷെ കണ്ടിട്ടില്ല. പേരറിയാമോ? ഇല്ല, അറിയത്തില്ല. പുള്ളിയോട് ഉണ്ടായിരുന്നു. കാരണം എന്നാന്നറിയാം, ഇതിങ്ങനെ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഈ കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞൊരു കാര്യം, ഒരു മനുഷ്യൻ വീട് വെച്ചാലേ വീടിൻ്റെ ഡ്യൂറേഷൻ 40 വർഷമാണ്. ഒരു വീടിൻ്റെ ഡ്യൂറേഷൻ മാക്സിമം 40 കൊല്ലം. പണ്ടത്തെ വീട് കുറച്ചുകൂടെ കാലം കാണും. ഇപ്പോഴത്തെ വീടിൻ്റെ മാക്സിമം ഒരു 40 കൊല്ലമൊക്കെയാണെന്നാണ് പറയുന്നത്. കാരണം എല്ലാം പാഴപ്പൊടിയാണല്ലോ. അപ്പൻ എന്നോട് നിങ്ങൾ വരണം. അപ്പൻ പണിതൊരു നല്ല വീട്ടിൽ അപ്പൻ്റെ ഫോട്ടോ കൊണ്ടുവച്ചു. സുന്ദരമായ വല്യപ്പൻ്റെ ഫോട്ടോ അപ്പൻ പണിത് വീട്ടിൽ കൊണ്ടുവച്ചു. പക്ഷെ പ്രോബ്ലം, 40 കൊല്ലം കഴിഞ്ഞപ്പോൾ അപ്പൻ്റെ കൺമുമ്പിൽ അപ്പൻ വെച്ച വീട് മോൻ എന്ത് ചെയ്തു? പൊളിച്ചു. കാരണം 40-45 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ അടർന്ന് വീഴാൻ തുടങ്ങി. അടർന്ന് വീഴുന്നു, ഔട്ട് ഓഫ് ഫാഷൻ ആകുന്നു. അപ്പോൾ ഇത് പൊളിച്ചപ്പോൾ എങ്ങനെയോ ഒന്നെങ്കിൽ പൊളിച്ചു, അല്ലെ റെനോവേഷൻ ചെയ്ത്. ഇതിനിടയ്ക്ക് ഈ വല്യപ്പൻ്റെ ഫോട്ടോ എന്ത് ചെയ്തു? മിസ്സായിപ്പോയി. സാരമില്ല, അപ്പോഴത്തേക്ക് അപ്പൻ പടമായിക്കോളും. അപ്പൻ എന്തിനും പടമായി. അപ്പോൾ മോൻ പണിത് വീട്ടിനകത്ത് അപ്പൻ്റെ ഫോട്ടോ കൊണ്ട് വെച്ചു. അപ്പോൾ വല്യപ്പൻ മിസ്, അപ്പൻ അവിടെ സ്ഥാനിച്ചു വന്നു. പക്ഷെ ഒരു 40 കൊല്ലം കഴിയുമ്പോൾ അതും പൊളിക്കും. അതും പൊളിച്ച് അടുത്തത് പണിയുമ്പോൾ അപ്പൻ്റെ മാറും. പേടിക്കേണ്ട, അപ്പോഴത്തേക്ക് മോൻ പടമാകും, മോൻ്റെ ഫോട്ടോ വരും. ചുരുക്കം പറഞ്ഞാൽ 2-3 വീട് പണി കഴിയുമ്പോൾ മറ്റേ പുള്ളിയുടെ ഫോട്ടോ പോലും ഇവിടുന്ന് എന്ത് ചെയ്യും? ഓർമ്മയിൽ പോലും കാണില്ല. ഇല്ല. സ്തോത്രം. അപ്പൊ നമ്മൾ എങ്ങോട്ട് പോകും? ഇങ്ങനെ ഇവിടുന്ന് പോവാ. ഈ ഭൂമിയിൽ, ഇങ്ങനെ സുന്ദരമായൊരു ഭൂമിയിൽ നമ്മൾ ജീവിച്ചിട്ട് ഇവിടുന്ന് നമ്മളെ കൊണ്ട് സെല്ലി വെച്ചാൽ നമ്മൾ പിന്നെ എങ്ങോട്ട് പോവാ? അറിയത്തില്ലായിരുന്നു തെസ്സലോനിക്ക സഭയ്ക്ക്. തെസ്സലോനിക്ക സഭ ഒരു നല്ല സഭയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സ്തോത്രം. അവരെക്കുറിച്ചുള്ള പ്രാരംഭ വാക്കുകളൊക്കെ നമ്മൾ കേട്ടാൽ തന്നെ അറിയാം.
ഒരു പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും, കഷ്ടതയുടെ ഭയങ്കര ബഹു കഷ്ടമുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിൽ മെസ്സേജ് കേൾക്കുന്നവരായിരുന്നു ഇവരെന്നാണ് ഈ സഭയെക്കുറിച്ചുള്ള ഫസ്റ്റ് എക്സ്പ്ലനേഷൻ. അത് മാത്രമല്ല, അവർ മെസ്സേജ് കേൾക്കുകയും അവരെ അനുകരിക്കുകയും ചെയ്തു. ആരെ? പറഞ്ഞ പൗലോസിനെയും ക്രിസ്തുവിനെയും അനുകരിച്ചെന്ന എന്ന് പറഞ്ഞ മാതൃകയായിരുന്നു. ഫോളോ ചെയ്തു. കേൾക്കുക മാത്രമല്ല, കേട്ടത് ഫോളോ ചെയ്യായിരുന്നു. കേട്ടിട്ട് അവർ ഫോളോ ചെയ്യും. അങ്ങനെയാണോ പാസ്റ്ററേ? അത് ശരി, അങ്ങനെ അല്ലയോ? എന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങനെ വരിക. അപ്പം നമ്മളത് കേട്ടച്ച് കൊള്ളാമോ കൊള്ളത്തില്ല. നമ്മളിപ്പോൾ ഈ 4 ദിവസത്തെ കൺവെൻഷൻ സ്ഥിരമായിട്ട് വരുന്നതിൻ്റെ കാരണം ഏത് കൊള്ളാം എന്ന് പറയാനാണ്. അത് കൊള്ളാം, മറ്റത് അത്ര പോരാ. അതിന് പാട്ട് ഇന്നലത്തെ ആയിരുന്നു കുറച്ചുകൂടെ നല്ലത്. അനുകരണമല്ല. അടുത്ത വാക്യം പറയുന്നത് മക്കദോന്യയിൽ മാത്രമല്ല അഖായിലും നിങ്ങൾ മാതൃകയായിരുന്നു. വിശ്വസിക്കുന്നവർക്ക് മാതൃക എന്ന് പറഞ്ഞാൽ മുണ്ടത്താനത്ത് മാത്രമല്ല, അവർ കറുകച്ചാലിലും മാതൃകയായിരുന്നു. എന്നിട്ട് പറയാണ്, ഇങ്ങനെ നിങ്ങൾ മാതൃകയായിരിക്കുന്നത് കൊണ്ട് ഒന്നും പറയാനില്ല, എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ കറപ്ഷന് വേണ്ടിയിട്ട് ഒന്നും പറയാനില്ല. ഒറ്റ കാര്യമുള്ളൂ, എങ്ങനെ ഒരു സഭ മുമ്പോട്ട് പോണോ അങ്ങനെ പോകുന്ന ഒരു സഭയാണ് നിങ്ങൾ. തിരുത്തപ്പെടലിന്റെ ആവശ്യം വരുന്നില്ല. മനസ്സിലായവർക്കായി കർത്താവിനെ ഇന്ന് രാവിലെ സ്തോത്രം ചെയ്യും, ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുന്നു. ചേർന്ന കരമുയർത്തി ഒരുമിച്ച് ഒരു ഹല്ലേലൂയ പറഞ്ഞ രക്തത്താൽ ജയ. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു പദമാണത്. ഒന്നും പറയാനില്ല ഞങ്ങൾക്ക്. എന്താ കാരണം? സഭ എങ്ങനെ പോകണമോ അങ്ങനെ നിങ്ങൾ പോകുന്നതിനാൽ ഒന്നും പറയാനില്ല. നന്നായിട്ടാ പോകുന്നത്. സ്തോത്രം. അങ്ങനെ നന്നായിട്ട് പോകുന്ന സഭയോട് പറഞ്ഞ ദൂതെന്ന് പറഞ്ഞത് യേശുവിൻ്റെ മടങ്ങി വരവാ. 5 അധ്യായത്തിലും പറയുന്നുണ്ട് യേശു മടങ്ങി വരും, യേശു മടങ്ങി വരും, യേശു മടങ്ങി വരും. നമ്മൾ വായിച്ച വാക്യത്തിലും പറയുന്നുണ്ട് കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എന്ത് ചെയ്യും? ഇറങ്ങി വരും. 5-ന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങൾക്ക് എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ വരുന്നത് പോലെ കർത്താവിൻ്റെ ദിവസം എന്ത് ചെയ്യും? വരും. യേശുവിൻ്റെ മടങ്ങി വരവാണ്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ സ്പിരിച്വലായി പോകുന്ന സഭകളോട് പറയാനുള്ള ദൂത് യേശുവിൻ്റെ മടങ്ങി വരവാണ്. മറ്റൊന്നും പറയാനില്ല. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്ക് കർത്താവിന് സ്തോത്രം. ഈ രാത്രിയിലും ഈ കൺവെൻഷന്റെ പ്രാരംഭ രാത്രിയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇന്ന് രാത്രിയും എനിക്ക് സംസാരിക്കാനുള്ള സബ്ജക്റ്റ് കർത്താവിന്റെ മടങ്ങി വരവും അനന്തര സംഭവങ്ങളുമാണ്. ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്ക് കർത്താവിന് സ്തോത്രം. ഈ മെസ്സേജിന്റെ നെക്സ്റ്റ് ലെവലുണ്ട്. നമ്മുടെ യോഗങ്ങൾക്ക് ഭൂരിഭാഗം വരുന്നത് വിശ്വാസികൾ തന്നെയാണ്. കർത്താവിൻ്റെ മടങ്ങി വരവെന്നൊക്കെ പറഞ്ഞ സബ്ജക്റ്റ് ഈ നാളിൽ പ്രസംഗിക്കുമ്പോൾ മുൻകൂർ ജാമ്യം എടുത്ത് പ്രസംഗിക്കേണ്ടി വരും. ഞാൻ ഇനി അതാണ് പ്രസംഗിക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് പ്രസംഗിക്കണം. കാരണം ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അത്ര വലിയ ധാരണയൊന്നും ഇല്ല. ഇങ്ങോട്ട് നോക്കി, ഇല്ലെന്നേ പരമാർത്ഥം പറയാം. സ്തോത്രം. പണ്ടാരണ്ട് പറഞ്ഞ പോലെ ആമേൻ കർത്താവേ വേഗം വരണം എന്നൊക്കെ നമ്മൾ പറയത്തില്ലയോ? അത് പറയുന്ന ആൾക്കാർ ഇപ്പോൾ കുറവാണ്. ആരും പറയാൻ അങ്ങനെ കാണത്തില്ല. പിതാവായ പറയുമ്പോഴേ നമ്മൾ ബൈബിൾ മടക്കും. പിതാവായ കഴിഞ്ഞു, രക്തം ചെയ്യും, രക്ഷപ്പെട്ടു. പുത്രൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ റെഡി ആയി കഴിഞ്ഞു. കഴിഞ്ഞിടയ്ക്ക് ഞാൻ എവിടെയോ പ്രസംഗിച്ച് കൊടുത്ത് പറഞ്ഞ് നമുക്കൊരു 3 ഹല്ലേലൂയ പറയാം. ശബ്ദമുയർത്തി 3 ഹല്ലേലൂയ. ഇപ്പോഴല്ല, ഇവരെല്ലാം കൂടി ഒരു 3 ഹല്ലേലൂയ പറഞ്ഞപ്പോൾ ഞാൻ നോക്കി നിൽക്കുക. ഒരു 3-4 പേര് ഇറങ്ങിപ്പോയി ബൈബിളും കൊണ്ട്. അവർ മയങ്ങിയിരിക്കുമായിരുന്നു. 3 ഹല്ലേലൂയ കേട്ടപ്പോൾ ഓർത്ത് യോഗം തീർന്നെന്ന്. അതിൽ പിന്നെ ഞാൻ ഇന്ന് വരെ 3 ഹല്ലേലൂയ പറയിപ്പിച്ചിട്ടില്ല. കാരണം മയങ്ങിയിരിക്കുന്ന ഇറങ്ങിപ്പോയാലോ. സ്തോത്രം. കൃപാവരങ്ങളിൽ കുറവില്ലാത്ത, അല്ലെങ്കിൽ ഒന്നും പറയാൻ ആവശ്യമില്ലാത്ത തലത്തിൽ സഞ്ചരിക്കുന്ന സഭയോട് സംസാരിക്കുന്ന ദൂത് യേശുവിന്റെ മടങ്ങിവരവാണ്. ലിസൺ. ഈ മടങ്ങിവരവിന്റെ മെസ്സേജ് ഇവരെ സന്തോഷിപ്പിച്ചെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. യേശു മടങ്ങി വരും എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്നൊരു ആനന്ദം ഉണ്ടല്ലോ. ഒരു ആനന്ദമുണ്ട്. നമുക്കതില്ലാത്ത, പക്ഷേ പണ്ട് കാലത്തെ ആൾക്കാർക്കൊക്കെ ആനന്ദമായിരുന്നു. ആനന്ദം. ഒരു 10-20 കൊല്ലം മുമ്പൊക്കെ ഉള്ള വിശുദ്ധന്മാർക്കും ആനന്ദം ഉണ്ടായിരുന്നു. ഒരു 25 വർഷം മുമ്പൊക്കെ ഉള്ളവർക്ക്
അതിൻ്റെ 30 കൊല്ലമൊക്കെ അതിൻ്റെ ഭയങ്കര ആനന്ദത്തിലാണ് കർത്താവിൻ്റെ വരവിനെ കുറിച്ചൊക്കെ അവർ മനസ്സിലാക്കിയിരുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് അവരുടെ പാട്ടുകൾക്കകത്തുണ്ട്. ആ പാട്ടുകൾ പാടുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഊർജ്ജമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അന്നത്തെ പാട്ടുകൾക്കൊക്കെ ഈ യേശുവിൻ്റെ മടങ്ങിവരവുമായി കണക്റ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ബേസിലെ പാട്ടുകളായിരുന്നു. ഭയങ്കര പാട്ടുകളായിരുന്നു അന്നത്തെ പാട്ടുകൾ. സ്തോത്രം. അതുകൊണ്ട് ആ പാട്ടൊക്കെ പാടുന്ന സമയത്ത് നമ്മുടെ സഭകൾക്കകത്തൊക്കെ ഒരു വലിയ ഒരു ചലനം ഉണ്ടാവും. സ്തോത്രം. അവരുടെ ആ പ്രത്യാശയുടെ വാക്കുകളാണ് ആ പാട്ടുകളൊക്കെ. സ്തോത്രം. ഓരാപ്പകലില്ലവിടെ ആ സ്ഥലത്തെക്കുറിച്ചുള്ള ആ സ്ഥലക്കൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പാടുന്നൊരു പാട്ടാണ്. ഓരാപ്പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട്, 4 ജീവികൾ പാടുമ വീട്, ജീവജല നദിയുണ്ടവിടെ, ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം, നല്ലൊരു ഭുവനദേശം. യേശു മഹോന്നതനെ വേഗം കാണാം, മൽപ്രേമ കാന്തനെ കാണാം, സുന്ദര രൂപനെ ഞാൻ ഈ മേഘമതിൽ വേഗം കാണാം, മൽപ്രേമ ഞാൻ പറഞ്ഞത് അതെ, ഒരു പാട്ടിന് വേണ്ടി കുറിച്ചതൊന്നുമല്ല. ഇങ്ങനെ അതില്ല സഞ്ചരിക്കുന്നു. അങ്ങനെ വേറെ ലെവലില്ല അവരുടെ സഞ്ചാരം. സ്തോത്രം. എനിക്കറിയത്തില്ല, അത് ഞാൻ പരമാർത്ഥം പറഞ്ഞ അന്നത്തെ ഞാൻ ഈ ദിവസങ്ങളാണ് ഞാൻ പോകുന്നിടത്തൊക്കെ ഇങ്ങനെ കൊച്ചു പാട്ടുകളൊക്കെ പാടാറുണ്ട്. ആരോഗ്യം ഒക്കെ പ്രശ്നമാണെങ്കിലും സൗണ്ടൊക്കെ എടുത്തങ്ങ് പാട്ട് പാടും. കാരണം അത് ഒരു പ്രസംഗത്തിനേക്കാൾ ഭയങ്കര ചലനം ഉണ്ടാക്കും ചില പാട്ടിൻ്റെ ചില വരികൾ. സ്തോത്രം. ഞാൻ അവരുടെ ആ കാലത്തൊരു 80s 90s 70s പാട്ടുകൾ ഒന്ന് വായിച്ചാൽ, പഠിച്ചാൽ, കേട്ടാൽ, പാടിയാൽ മുഴുവൻ ഇതിൽ തന്നെയാണ്. ഈ പ്രത്യാശയിൽ അവരുടെ സഞ്ചാരം മൊത്തം. യേശുവിന്റെ മടങ്ങി വരവേ. ഇത് കേൾക്കുമ്പോ തെസ്സലോനിക്ക സഭയിലെ ആൾക്കാർക്കെല്ലാം ഒരു സന്തോഷം. മടങ്ങി വരുമില്ലയോ. മടങ്ങി വരും. ഒരു ഭാഗത്ത് സന്തോഷമുള്ളപ്പോൾ തന്നെ മറുഭാഗത്ത് അവരുടെ മനസ്സിനകത്തുണ്ടായ ഒരു കൊച്ചു ദുഃഖമാണ് നമ്മൾ വായിച്ചത്. ആ ദുഃഖത്തിന്റെ കാരണം, ഇന്ന് യേശു വന്നാൽ നമ്മൾ ഉയർത്തെഴുന്നേൽക്കും, അങ്ങനെയാ പൗലോസ് പറയുന്നത്. പക്ഷെ അവരുടെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ, മരിച്ചു പോയവർ, ഇന്നലകളിൽ മരിച്ചവർ എന്ത് ചെയ്യും? എൻ്റെ പ്രിയരെ, മുണ്ടത്താനത്ത് നിന്ന് ഇന്നലെ വരെ നിത്യതയിൽ ചേർക്കപ്പെട്ട വിശുദ്ധന്മാരുണ്ടെങ്കിൽ, വിശുദ്ധന്മാർ മാത്രമല്ല സകല ആൾക്കാരും ഒരു പ്രോസസ്സിൽ കൂടെ കടന്നു പോകും. അതിൻ്റെ പേരാണ് പുനരുത്ഥാനം എന്ന് പറയും. രക്തത്താൽ ജയം എന്ന് പറഞ്ഞാൽ, ഈ മണ്ണിനെ, ഓരൊറ്റ മനുഷ്യനെ ഈ മണ്ണിനകത്ത് പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. ഈ മണ്ണിന്റെ സകല ശകലയായും പൊട്ടിച്ച് അതിന്റെ അകത്ത് നിന്ന് ജനത്തെ പുറത്തെത്തിക്കുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രതിഭാസത്തിന്റെ പേരാണ്, ശക്തിയുടെ പേരാണ് റിസറക്ഷൻ, പുനരുത്ഥാനം. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ചേർന്ന് ആ കരമൊന്ന് ഉയർത്തി ഒരുമിച്ച് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഞങ്ങൾ എന്തിനായി എത്ര രൂപ മുടക്കം എന്നറിയാമോ ഒരു കൺവെൻഷൻ വെക്കണമെങ്കിൽ? ഇതെല്ലാം നിങ്ങളൊക്കെ ഇരിക്കുന്ന കാശിൻ്റെ പുറത്താണ്, എല്ലാം കാശിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. കസേര കാശ് കൊടുത്ത് മേടിച്ച അതിൻ്റെ പുറത്താണ്, കാശിൻ്റെ പുറത്താണ് നിങ്ങൾ ഇരിക്കുന്നത്. ഇത് ഈ ലൈറ്റ് കണ്ട് എത്ര സുന്ദരമായി കത്തുന്നത്, കാശിൻ്റെ പുറത്താണ് കത്തുന്നത്. എല്ലാം കാശിൻ്റെ പുറത്താണ്. പാട്ട്, പ്രസംഗം എല്ലാം പൈസയുടെ പുറത്താണ്. 3 ദിവസത്തെ കൺവെൻഷൻ കഴിഞ്ഞ് പോകുമ്പോൾ ലക്ഷങ്ങൾ പൊടിക്കണം. അത്രയും വർഷാവർഷം ലക്ഷങ്ങൾ പൊടിക്കാനുള്ള വലിയൊരു സമ്പന്നയാണ് അമ്മാമ്മ എന്ന് ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അമ്മയുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് അറിയത്തില്ല. പിന്നെ എന്തിനായിരിക്കും ഈ പൈസ മുടക്കുന്നത്? എന്നോട് നിങ്ങൾ വന്നേ പ്രിയരെ, നിരവധി യോഗങ്ങൾ ഈ മുണ്ടത്താനം നടക്കുന്നു. ഞാൻ തന്നെ ഇവിടെ എത്രയോ പ്രസംഗിച്ചിരിക്കുന്നു. ഇതിൻ്റെ പിമ്പിൽ ഒറ്റ കാരണം, ഈ റിസറക്ഷൻ ഉള്ളത് കൊണ്ടാണ്. ഈ ആയുസ്സിൽ മാത്രമാണ് നമ്മുടെ പ്രത്യാശയെങ്കിൽ ദാറ്റ്സ് ഓക്കെ. പക്ഷേ അല്ല, ഇവിടുന്ന് പോയാൽ ഉയർക്കും. ഉയർത്തതിന് ശേഷം ഒരു ലൈഫുണ്ട്.
അത് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രണ്ട് സ്ഥലം. ഒരു സ്ഥലത്തിന്റെ പേര് സ്വർഗം, ഒരു സ്ഥലത്തിന്റെ പേര് നരകം. നരകത്തിൽ ചെല്ലാതെ സ്വർഗത്തിൽ ചെന്ന് സന്തോഷിക്കണം നിങ്ങൾ എന്ന ഒറ്റ ആഗ്രഹത്തിന്റെ പുറത്താണ് ലക്ഷങ്ങൾ ഓരോ വർഷവും സ്പെൻഡ് ചെയ്യുന്നത്. അതിന്റെ പിമ്പിലെ റീസൺ എന്ന് പറയുന്നത് ദൈവ സ്നേഹത്തിന്റെ ആഴമാണ്. എത്ര ദിവസത്തെ കഷ്ടപ്പാടായിരിക്കും അല്ലയോ? നോട്ടീസ് എല്ലാം അടിച്ച് അതെല്ലാം ഒട്ടിച്ച് ചർച്ചുകളിൽ കൊണ്ട് കൊടുത്ത് ആള് കുറയുമ്പോൾ അവരുടെ അകത്തുണ്ടാകുന്നൊരു ടെൻഷൻ സ്വോത്രാഴ്ച കുറയുന്നതിന്റെ പേടിയൊന്നുമല്ല. ആള് കൂടുന്നതുകൊണ്ട് സ്വോത്രാഴ്ച കൂടത്തൊന്നുമില്ല. എല്ലാം 10 ആയതുകൊണ്ട് ഞങ്ങൾക്കറിയാം 100 പേര് വന്നാൽ 1000 രൂപ. 10 ഉണ്ട് മതി. ആള് കൂടുന്നത് കൊണ്ട് സ്വോത്രാഴ്ചയുടെ മുന്നോടി ചിന്തയിലല്ല. പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ഈ നിത്യതയെക്കുറിച്ചൊന്ന് കേൾക്കാൻ ജനം ഫ്രീ ആയിട്ട് വരുന്നില്ലല്ലോ. ഫ്രീ ആയിട്ട് സ്തോത്രം. നിങ്ങൾക്കറിയാമോ ലോക ചരിത്രത്തിൽ ലോകത്തിൽ എത്ര എണ്ണാമറിയോ ഒരു മെസ്സേജ് കേൾക്കാൻ ചലിക്കുന്നത് ആഗ്രഹിക്കുന്നത്? എത്ര പേരുടെ സഭായോഗമാണെന്നറിയാമോ യൂട്യൂബിലെ മെസ്സേജ് കൊണ്ട് നിറയുന്നത്? അനേക കുടുംബങ്ങൾ ആശ്വസിക്കുന്നത് യൂട്യൂബിലെ പ്രസംഗം കൊണ്ടാണ്. കാരണം ഒരു ലൈവ് മെസ്സേജോ ഒരു ലൈവ് കൺവെൻഷനോ കിട്ടാതെ ജനലക്ഷങ്ങൾ കരയുമ്പോൾ സ്തോത്രം ഒരു പൈസ മുടക്കില്ലാതെ സുന്ദരമായ യോഗങ്ങൾ തരാൻ സ്വർഗം നമുക്ക് പ്രസാദിക്കുമ്പോൾ ഇന്ന് രാത്രി അത് ഓർത്ത് സ്തോത്രം ചെയ്യാൻ നിയോഗമുള്ള ദൈവമക്കൾക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. നോക്കി എന്റെ പ്രിയരെ പൗലോസ് പറയാണ് നിങ്ങൾ മരിച്ചുപോയ ആൾക്കാരെ കുറിച്ച് പേടിക്കണ്ട. കാരണം അവരിൽ ഒറ്റ ഒരുത്തനെ ഈ മണ്ണിൽ പിടിച്ചു വെക്കുന്ന ശക്തി ഈ മണ്ണിനില്ല. ഞാൻ ശശവോന്റെ കൺവെൻഷൻ ഈ പ്രാവശ്യം പ്രസംഗിച്ചപ്പോൾ ഈ പുനരുത്ഥാനത്തിന് ശേഷമുള്ള ഭൂമിയുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞായിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയത്. അങ്ങോട്ട് നോക്കി എന്നോട് നിങ്ങളുണ്ടോ? കരവൊന്ന് പൊക്കിക്കാൻ നോക്കട്ടെ, ഉണ്ടോന്നറിയാനാ. നിങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടെന്നറിയാം. മനസ്സെൻ്റെ കൂടെ ഉണ്ടോ പ്രിയരെ? ഉണ്ടോ? ഒന്നുകൂടെ കൈ പൊക്കിക്കാൻ നോക്കട്ടെ. ഒന്ന് വന്നേ, ഒന്ന് തലയ്ക്ക് മേളി കൈ പൊക്കിക്കാൻ നോട്ടെ. തലയ്ക്ക് മേളി. എല്ലാവരും ഉണ്ടല്ലോ. പുനരുത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തി. പുനരുത്ഥാനത്തിന് ശേഷമുള്ള ഭൂമി ഞെട്ടിപ്പോയി. പാസ്റ്ററെ, നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്ധന്മാരെടുക്കുന്ന അല്ലേ? വിശുദ്ധന്മാരെടുക്കുവാണെങ്കിൽ ഇന്നിപ്പോൾ വന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ കസേര മുഴുവൻ കാലിയാവത്തില്ലയോ? നമ്മൾ എൻ്റെ വണ്ടി ആരോ കൊണ്ടുപോകും, എടുക്കാൻ പോലും ആളില്ല. നമ്മളെല്ലാം ഇവിടുന്ന് പോയി കഴിഞ്ഞു. ഒറ്റയടിക്ക് നമ്മൾ ഇവിടുന്ന് വിശുദ്ധന്മാരെല്ലാം മാറി. ഇവിടെ ഇല്ല, നമ്മളില്ല. പരിഭ്രാന്തരാകത്തില്ലയോ ആൾക്കാർ? നാട്ടുകാരൊക്കെ പരിഭ്രാന്തരാകത്തില്ലയോ? ഇതിനകത്ത് വിശുദ്ധന്മാരുണ്ടെങ്കിൽ ഒറ്റയടിക്ക് വിശുദ്ധന്മാരെല്ലാം കൂടെ ഇതിനകത്ത് ടെൻഷൻ എന്ന് പറഞ്ഞാൽ കുറേ പേര് പോകുമ്പോൾ ഇരിക്കുന്നവർ ആരെങ്കിലും ബാക്കിയുണ്ട്, അവർക്ക് മനസ്സിലാകും കർത്താവ് വന്നിട്ട് പോയതാന്ന്. വരാത്തവരുടെ മനോഭാവം, പോകാത്തവന്റെ മനോഭാവം ഓർത്ത് നോക്കി. അവൻ ചിന്തിച്ചിട്ടുണ്ടോ? പോകാൻ പറ്റിയില്ലാത്തവന്റെ മനോഭാവം ആ സമയത്ത് എന്തുമായിരിക്കും അല്ലേ? അവരങ്ങ് കരയാൻ തുടങ്ങും. സ്തോത്രം. റോഡുകൾ മൊത്തം നോക്കിക്കേ, റോഡുകൾ മൊത്തം ആക്സിഡന്റ്, ഭയങ്കര ആക്സിഡന്റ് ആയിരിക്കും. കാരണം വിശുദ്ധന്മാരായ ഡ്രൈവർമാർ ഓട്ടോ ഓടിക്കുമ്പോൾ അവർ മേളിൽ പോയി ഓട്ടോ തന്നെ ചെന്നിടിച്ചു, ആർക്കിട്ടൊക്കെ ഇടിച്ചു, എവിടെയൊക്കെ ഇടിച്ചു, വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നു. ട്രെയിൻ ഓടിക്കുന്ന ലോക്കോ പൈലറ്റുമാർ വിശുദ്ധന്മാരാണെങ്കിൽ ഓടിച്ചോണ്ട് പോകുമ്പോൾ അവർ മേലോട്ട് പോയി. ഈ വിമാനം ഓടിക്കുമ്പോൾ 2 പേരുണ്ടല്ലോ, എന്തിനാ 2 പേരെ വെച്ചേക്കുന്നേ? അഥവാ ഒരുത്തൻ പോയാൽ മറ്റൊന്ന് താഴെ ഇറക്കണം ഈ സാധനം, അല്ലെ മേളിൽ കിടന്ന് കറങ്ങത്തില്ലയോ? എൻ്റെ കൂടെ നിങ്ങൾ വന്നേ പറ്റൂ. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. സംഭവിച്ചാൽ അയാൾ മേലോട്ട് പോകും. ആലിപ്പഴം വീടുന്ന പോലെ വിമാനങ്ങൾ താഴോട്ട്, ട്രെയിനുകൾ കൂട്ടിയിടിക്കും, വാഹനങ്ങൾ കൂട്ടിയിടിക്കും, പാർലമെന്റ് സ്തംഭിക്കും. എന്തോ സംഭവിക്കുന്നു. പാർലമെന്റ് സ്തംഭിക്കും, ഹോസ്പിറ്റലുകൾ അടയ്ക്കും, സ്കൂളുകൾ പൂട്ടും, ഞെട്ടിപ്പോകും. ആൾക്കാർക്ക് ഭയങ്കരമായ ഭീതി ഉണ്ടാവും. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, കല്ലറകൾ മൊത്തം തുറക്കും. ലോകവ്യാപകമായിട്ടുള്ള കല്ലറയിൽ നിന്ന് വിശുദ്ധന്മാർ എഴുന്നേൽക്കും. ഇനി കേൾക്കണോ? സമുദ്രങ്ങൾ ഇളകും. കാരണം എത്രയോ എണ്ണം അതിനകത്ത് കിടക്കുന്നു. അവരവിടുന്ന് പൊങ്ങുമ്പോൾ ഇതെല്ലാം കൂടി ഇതിനകത്ത് നിന്ന് സമുദ്രങ്ങൾ ഇളകാൻ തുടങ്ങും.
ദേശവ്യാപകമായൊരു സംസാരം ഉണ്ടാവും. നിങ്ങൾ ഈ ദിവസങ്ങളിൽ പോകുന്നിടത്തൊക്കെ ഞാനിത് പറയും. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ സ്വർഗം നൽകിയൊരു ദൂതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഈ മെസ്സേജുകൾ കൈകാര്യം ചെയ്യുന്നു. എന്നോട് ദൈവം പറഞ്ഞു, സഭയുടെ സകല ഡ്രൈനെസ്സും മാറി റിവൈവൽ സംഭവിക്കുന്ന വർഷമാണ് 26-27 വർഷങ്ങൾ. അതിനകത്ത് സംശയമില്ല. വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ ഇന്ന് രാത്രി സ്തുതിക്കുകയാണ്. ചേർന്ന കലമെന്നുയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറ. ഞെട്ടിപ്പോവാ. മുണ്ടത്താനത്ത് നിന്ന് ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ കാണാനില്ല. വീടുകൾ കൊള്ളയടിക്കപ്പെടുന്നു, ആൾക്കാർ കരഞ്ഞുകൊണ്ട് നടക്കുന്നു, പിന്മാറ്റക്കാരൻ അലറുന്നു, വാഹനങ്ങൾ റോട്ടിൽ നിന്ന് മാറ്റാൻ ആൾക്കാരില്ല. സ്തോത്രം. റെയിൽ പാളങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒറ്റ സെക്കൻഡ് കൊണ്ട് താറുമാറാകും ഇവിടുത്തെ സിസ്റ്റങ്ങൾ. അല്ലേ അല്ലേ? ഒരൊറ്റ നിമിഷം കൊണ്ട്, സെക്കൻഡുകൾ കൊണ്ട് താറുമാറാകും. സംവിധാനം മുഴുവൻ മാറും. വിശുദ്ധന്മാരെല്ലാം ഇവിടുന്ന് പോവുകയും ചെയ്യും. ഞെട്ടിപ്പോകും ആൾക്കാർ, താഴെയുള്ളവർ. ഇനി എന്ത് ചെയ്യുന്നോർത്ത് ഇങ്ങനെ പരിഭ്രാന്തരായി നിൽക്കും. സ്തോത്രം. എന്നാൽ സ്വർഗത്തിലോ അതാ ഭയങ്കര സന്തോഷം കേട്ടോ. ഇത് യേശുവിൻ്റെ വരവിൽ ഉയർത്തെഴുന്നേൽക്കുന്നവൻ്റെ ഒരു ആനന്ദമുണ്ടേ. അത് ഭയങ്കര. ആദാമിൻ്റെ കാലഘട്ടം മുതലുള്ള വിശുദ്ധന്മാരെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ വരികയില്ല. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് തുടങ്ങിയിട്ടുള്ള ഭക്തന്മാർ, ന്യൂ ടെസ്റ്റ്മെൻറ്റിലെ ഭക്തന്മാർ, ഇങ്ങനെ നമ്മുടെ മുൻകാലത്തിൽ മരിച്ച് നിത്യത്തിൽ ചേർക്കപ്പെട്ട വിശുദ്ധന്മാർ. നമ്മുടെ ഉക്കുസായിപ്പ് വിശുദ്ധനാണെങ്കിൽ അദ്ദേഹവും വരും. അതുപോലെ നമ്മുടെ ഉണ്ണുണ്ണി സാറ് വിശുദ്ധനാണെങ്കിൽ അദ്ദേഹം വരും. നമുക്കറിയത്തില്ല പരിശുദ്ധാത്മ വലിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. വിശുദ്ധന്മാരായിട്ടുള്ളവർ അസ്തമിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് വരുന്നൊരു സുന്ദര. അതൊക്കെ എവിടെ കത്താനാ? അതെല്ലാം ഇങ്ങനെ കത്തി വരുമ്പോഴാ നമ്മുടെ അകത്തൊരു വലിയ സന്തോഷം വരുന്നത്. ചേർന്ന് ഒരുമിച്ച് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. രക്തത്താല് ചെയ്യും. ചേർന്ന് കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ. ഓ സ്തോത്രം. അതാ ഞാൻ ഈ പണ്ട് കാലത്തെ പാട്ടുകളെ കുറിച്ച് പറഞ്ഞതേ. അതൊക്കെ ധ്യാനിച്ചായിരുന്നു. അന്നത്തെ പാട്ടുകൾ അവരെഴുതുന്നൊക്കെ അതൊക്കെ ഭയങ്കര ബിബ്ലിക്കൽ അന്നത്തെ പാട്ടുകൾ. ഓ പുതുമകൾ നിറയും പുലരിയിൽ നല്ലൊരു ജയ ജയ ഗീതം പാടിയിടാം. ഓ പുതുമകൾ നിറയും പുലരിയിൽ നല്ലൊരു ജയ ജയ ഗീതം പാടിയിടാം. ആനന്ദഗാനം പാടും വിശുദ്ധർ ഒന്നായി ചേർന്നു വരുന്നല്ലോ. ആനന്ദഗാനം പാടും വിശുദ്ധർ ഒന്നായി ചേർന്നു വരുന്നല്ലോ. ഒന്ന് പാടിക്കേ. ആ ഓ ഓ ഓ രാജ്യമൊരുക്കിതൻ വേഗം. ഓ പ്രിയൻ കേൾക്കുന്നല്ലോ രാജ്യമൊരുക്കിതൻ വേഗം. ഓ പ്രിയൻ മണിനാഥൻ കേൾക്കുന്നല്ലോ അങ്ങു കേൾക്കുന്നല്ലോ. ഓ ആയിരമായിരം ഭൂതഗണങ്ങൾ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു. ആയിരമായിരം ദൂതർ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു. സുദിനം കാത്തിരിക്കുന്ന ഞാൻ വേഗം വരേണമേ എൻ കാന്ത. ആനന്ദ സുദിനം കാത്തുനിൽക്കുന്ന ഞാൻ വേഗം വരേണമേ എൻ കാന്ത. മണിനാഥം ഓ അങ്ങു കേൾക്കുന്നല്ലോ അങ്ങു കേൾക്കുന്നല്ലോ. രാജ്യമോ
വേഗം വരും പ്രിയങ്കൻ മണിനാദം അങ്ങ് ദൂരെ കേൾക്കുന്നല്ലോ അങ്ങ് ദൂരെ കേൾക്കുന്നല്ലോ ഉണരുക ഉണരുക ദൈവജനമേ ദുരിതങ്ങൾ തീരാറായി ഉണരുക ഉണരുക ദൈവജനമേ ദുരിതങ്ങൾ തീരാറായി വന്നീടും കണ്ണീർ തുറയ്ക്കും ദുഃഖങ്ങളെല്ലാം തീരാറായി വന്നീടും കണ്ണീർ തുറയ്ക്കും ദുഃഖങ്ങളെല്ലാം തീരാറായി വേഗം വരും മണിനാദം അങ്ങ് ദൂരെ കേൾക്കുന്നല്ലോ അങ്ങ് ദൂരെ കേൾക്കുന്നല്ലോ രാജമൊരുക്കിതൻ വേഗം വരുന്നോ പ്രിയത മണിനാദം അങ്ങ് ദൂരെ കേൾക്കുന്നല്ലോ അങ്ങ് ദൂരെ കേൾക്കുന്നല്ലോ രാജ്യമൊരുക്കിതൻ വേഗം വരുന്നല്ലോ പ്രിയന്തൻ മണിനാദം അങ്ങ് ദൂരെ കേൾക്കുന്നല്ലോ അങ്ങ് ദൂരെ കേൾക്കുന്നല്ലോ എന്നെ ലൈനല്ലേ അയ്യോ സ്തോത്രം സുന്ദരമായ വരികൾ എത്ര മനോഹരമായ വരികളല്ലേ ഓ പുതുമകൾ നിറയും കണ്ടിട്ടില്ലാത്തൊരു ലോക പുതുമകൾ പുലരിയിൽ നല്ലൊരു ജയഗീതം പാടിയിടാം ആനന്ദഗാനം പാടും വിശുദ്ധർ ഒന്നായി ചേർന്നു ചലിക്കുന്നുണ്ടോ മനസ്സിനകത്ത് എവിടെയെങ്കിലും സ്പർശനം ഉണ്ടാകുന്നുണ്ടോ ഇല്ലെങ്കിൽ വലിയ പാടാ അതിനല്ലയോ നമ്മൾ വിശ്വാസത്തിലോട്ട് വന്നത് അല്ലാതെ വീട് മിക്കാൻ വന്നതല്ലല്ലോ രക്തത്താല് ജയം മോളെ കെട്ടിക്കാൻ വന്നതല്ലല്ലോ കർത്താവ് വരുമ്പോൾ കൂടെ പോകാൻ വേണ്ടിയിട്ടാ സ്തോത്രം മനസ്സിലായവർക്ക് കർത്താവിനെ സ്തുതിക്കുന്നു ഞാൻ പറഞ്ഞത് പണ്ടത്തെ മനുഷ്യൻ്റെ ആ സന്തോഷം അവരുടെ ആ പ്രത്യാശയായിരുന്നു കർത്താവിൻ്റെ വരവ് ഇവിടെ പറയുന്നത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും യെസ് റിസറക്ഷൻ പുനരുത്ഥാനം ഒന്ന് പറഞ്ഞേ പുനരുത്ഥാനം പൗലോസിന്റെ ഏറ്റവും വലിയ ലേഖനം 1 കൊരിന്ത്യർ ലേഖനം 15 അധ്യായം 58 വാക്യത്തിൽ പരാമർശിക്കുന്ന ഒറ്റ സബ്ജക്റ്റാണ് റിസറക്ഷൻ. അത് ആൾക്കാർക്ക് അറിയത്തില്ല, അന്ന് ബൈബിൾ ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും. ഇതിങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും. നക്ഷത്രങ്ങളുടെ തേജസ് വേറെ, നക്ഷത്രങ്ങൾ തമ്മിൽ തേജസ്സുണ്ട്, വ്യത്യാസമുണ്ട്. നമ്മൾ വിൺമയന്റെ രൂപം തരും. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇവരുടെ മനസ്സിനകത്തുണ്ടാകുന്ന ഹാപ്പിനെസ്. ഇന്ന് രാത്രി, പ്രാരംഭ രാത്രി അതെനിക്കറിയാം. ഈ രാത്രി ഒരു ദൂത് ഞാൻ പറയാം. വിശുദ്ധിയോടെ പാർക്കുന്നവനെ ഈ മണ്ണിൽ പിടിച്ചു വെക്കാൻ കഴിയത്തില്ലവൻ. ഈ മണ്ണിന്റെ ശക്തിയിൽ നിന്ന് പുറത്തെഴുന്നേറ്റ് വരുന്നൊരു സുന്ദരമായ ദിവസമുണ്ട്. അത് വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ചേർന്ന് ഒരിക്കൽ കൂടി ആ കാര്യമൊന്ന് വീശി ഹല്ലേലൂയ ഹല്ലേലൂയ. റിസറക്ഷൻ ഇബ്രാഹിം വായിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 35-ാമത്തെ വാക്യം ഇങ്ങോട്ട് നോക്കൂ. ഹീബ്രു 11:35 വായിക്കണം, ഞാൻ പറയാം. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. അടുത്ത വാക്യമാണ് മറ്റ് ചിലർ. ഇങ്ങോട്ട് നോക്കൂ, വേറെ ചിലർ ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റ് പോലും ഉദ്ധാരണം വേണ്ട, പിന്നെ ഞങ്ങൾക്ക് മരണം മതി. അപ്പം ചോദിച്ചു, അതെന്താ? ഞങ്ങൾക്ക് മരിച്ചാലും കുഴപ്പമില്ല, നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ്. സ്തോത്രം. ഞങ്ങൾ ഈ മണ്ണിൽ നിന്ന് പോയാലും വേണ്ട, ഞങ്ങൾക്ക് നല്ലൊരു റിസറക്ഷൻ്റെ പ്രതീക്ഷയാണ്. അത് അത്ഭുതമാണ്. അവിടെ വായിക്കുന്ന വാക്യം, അവരിങ്ങനെ കാടുകൾ, മലകൾ, ഗുഹകൾ, ഭൂമിയുടെ പിളർപ്പുകൾ ഉഴന്നു വലഞ്ഞെന്ന ഇങ്ങനെ പിള്ളേരെ കൂട്ടിക്കൂട്ടി ഇങ്ങനെ പൊക്കോണ്ടിരുന്നു, ഉഴന്ന് പൊക്കോണ്ട്. ചോദിച്ചാൽ എന്തിനാ? ഉയർത്തെഴുന്നേൽപ്പ് മതി. സ്തോത്രം.
അവരുടെ എഫേർട്ട് ഭയങ്കരമാണ്. പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നു, ഞങ്ങൾക്ക് ചെൻകുമ്പളിയാണല്ലോ, ഞാൻ ഏലപ്പാറക്കാരൻ. അപ്പം അവിടെ ഈ എവറഡിയുടെ ബാറ്ററി ഇടുന്ന ടോർച്ച് ചർച്ചിൽ ഒരാൾക്കേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ആ പുള്ളി VIP-യാണ്. പിന്നെ ഞങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത് ചിരട്ടയ്ക്കകത്ത് ഇങ്ങനെ മെഴുകുതിരി കത്തിച്ച് വെച്ചേച്ച് ചിരട്ട പിടിച്ചുകൊണ്ട് യോഗത്തിന് പോയൊരു കാലഘട്ടമുണ്ട്. ചിരട്ടയ്ക്കകത്ത് ഇങ്ങനെ സ്തോത്രം, ടോർച്ചില്ല. പണ്ട് കാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എവറഡിയുടെ ബാറ്ററി ഇട്ട് പോകാവുന്ന സിൽവർ കളറ് ടോർച്ചുള്ള ഒരാളുണ്ടെങ്കിൽ ചർച്ചിൽ പുള്ളി VIP-യാണ്. അന്ന് അങ്ങനത്തെ VIP-മാർ കുറവാണ്. പിന്നെ ബാക്കിയെല്ലാം തന്നെ രക്ഷപ്പെടുന്നത് ചിരട്ടയ്ക്കകത്തുള്ള മെഴുകുതിരി, കുപ്പിക്കകത്തുള്ള മണ്ണെണ്ണ വിളക്ക്, കുപ്പിക്കകത്ത് ഇങ്ങനെ മണ്ണെണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ അടപ്പിന് ഗ്യാപ്പിട്ടേച്ച് ഹോളിട്ടേച്ച് അതിനകത്തുള്ള തുണി ചുരുട്ടുക എന്നത് പണ്ടത്തെ ഈ തുണി ചുട്ടുക ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. ഇങ്ങനെ ഇവിടെ വെച്ച് ചുരുട്ടി അതുപോലെ കയറ്റി കത്തിച്ച് അതും പിടിച്ചുകൊണ്ട് അങ്ങനെ ഈ എഫേർട്ട്. ഇന്നിപ്പം നമുക്ക് ഇവിടുന്ന് മുണ്ടത്താനത്ത് നിന്ന് ഒരു അടി അടിച്ചാൽ കറുകച്ചാൽ വരെ കാണാവുന്ന ലൈറ്റ് ഉണ്ടെങ്കിലും യോഗത്തിനാൾ പോകത്തില്ല. ഈ എബ്രായ സഭ കണ്ടോ, കാടുകൾ മലകൾ വായി ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞതിൻ്റെ അവരുടെ മനസ്സിൽ അവരെ ഭരിച്ചിരുന്നത് OETയോ PT-യോ IELTS-ഓ കീമോ നീറ്റ് ഒന്നുമല്ല. ദേഷ്യം മടങ്ങി വരും എന്നുള്ളതായിരുന്നു. ദേഷ്യം മടങ്ങി. ഞാൻ സത്യം പറഞ്ഞ 2-3 പാട്ടൊക്കെ പാടാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കുഴപ്പമില്ലല്ലേ, സ്തോത്രം. എന്നാണ് ഇനിയിപ്പോൾ അറിയത്തില്ല എന്നാ വരുന്നതെന്നുള്ളത്. സ്തോത്രം. ഞാൻ പറഞ്ഞത് ആ കാലത്ത് നമ്മുടെ ഒരു പരാജയം കൂടാണ്. പണ്ട് അങ്ങനെ അവരുടെ ലൈഫ്. അതുകൊണ്ട് ഈ മനസ്സിൽ ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ സംസാരിക്കുന്നതെന്നാണ്. അപ്പം അതുകൊണ്ട് ഇവരുടെ മനസ്സിനകത്ത് ഊണിലും ഉറക്കത്തിലും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞിടയ്ക്ക് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഹെലികോപ്റ്റർ താണ് പറഞ്ഞപ്പോൾ, പണ്ട് ഹെലികോപ്റ്റർ ഇങ്ങനെ താണ് പറഞ്ഞപ്പോൾ യേശു വന്നേന്നും പറഞ്ഞ് ചാടി ഇറങ്ങി വിശുദ്ധന്മാരുടെ നാടാണ് നമ്മുടെ നാട്. കേട്ട പ്രസംഗം കർത്താവിൻ്റെ വരവാ. അപ്പോൾ ഇങ്ങനെ കർത്താവിന് ഗംഭീരനാഥം, പ്രധാനതൊരു ശബ്ദം, ഇതെല്ലാം ഇങ്ങനെ ചിന്തിച്ച് പോകുന്ന വഴിക്ക് അതിനെക്കുറിച്ചാണ് പറയുന്നത്. കാഹളനാഥം എന്താണോ, ഗംഭീരനാഥം ഇങ്ങനെ പറഞ്ഞ് അപ്പോൾ ഒന്ന് വേറെ ഒന്നും സംസാരിക്കാനില്ല. 9-10 ആവും യോഗം തീരുമ്പോൾ. ഇങ്ങനെ പോയ വഴിക്ക് വീട്ടിൽ ചെന്ന് കിടന്നാൽ ഉറങ്ങിയപ്പോഴാണ് ഈ സാധനം ഇതിങ്ങനെ പണ്ടില്ലല്ലോ, ചാടി ഇറങ്ങി പോലും ഞെട്ടിപ്പോയി. ഇനി അതുകൊണ്ട് സുന്ദരമായൊരു സ്റ്റേജിൽ ഒരു ബഹുമാന്യ ശുശ്രൂഷകനെ ഇരുത്തിയില്ല പോലും. നിങ്ങൾക്കറിയാവുന്ന സംഭവമാണ്. ഇന്ന് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായാൽ പിറ്റേ ദിവസം യോഗം പൂട്ടും. എന്തെങ്കിലും കേസോ എവിടെയും നമ്മൾ കൊടുക്കും, വിഷമം കൊണ്ട്. പക്ഷെ അന്ന് ഒന്നും പറയാതെ ഇറങ്ങിപ്പോയപ്പോൾ പാടിയ പാട്ട് പോലും കർത്താവിൻ്റെ വരവിനെ കുറിച്ചാണ്, ഇല്ലേ? ഓ നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാലൻ ഇരുൾ നിറം മാറിയിടുമേ. ഇറങ്ങിപ്പോകുന്ന വഴിക്ക്. അല്ലെങ്കിൽ എന്നാണെ നമുക്കൊരു നിവൃത്തിയില്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളൂ, കർത്താവ് ഇവനൊക്കെ ഒരു മാനസാധനം കൊടുക്കണമെന്ന്. പക്ഷെ അന്ന് അതിന് പോലും മെനക്കെടാതെ പോയപ്പോൾ ഈ പാട്ട് പാടിക്കൊണ്ട് പോകണമെങ്കിൽ ആ മനുഷ്യൻ ജീവിച്ച റലമായതിൻ്റെ വിഷയം. റലം. സ്തോത്രം. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഞങ്ങളുടെ ഒരു പാസ്റ്റർ ബെന്നിച്ചായനെ ഈ ഛത്തീസ്ഗഡിലൊരു വർക്കുണ്ട്, റായ്പൂരിനടുത്തൊരു വർക്കുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, സാബു എന്ന് പറഞ്ഞൊരു സാധുവായ മനുഷ്യൻ അവിടെ ഒരു കുടിൽ കെട്ടി താമസിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പാട്ടല്ല, വേറൊരു ഹിന്ദി പാട്ടിൻ്റെ ട്രാൻസ്ലേഷൻ അദ്ദേഹം എഴുതി. ഒരു കുടിലിനകത്ത് പാർക്കുന്ന മനുഷ്യൻ്റെ നിത്യരാജ്യത്തിൻ്റെ പ്രവേശനത്തെക്കുറിച്ച് ആഗ്രഹിച്ച് അദ്ദേഹം എഴുതിയൊരു പാട്ടിങ്ങനെ പാടാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ കൊച്ചിനെ വൈപ്പിക്ക് വേണ്ടി പഠിപ്പിച്ച ആ പാട്ട് വൈപ്പിക്ക് പാടാൻ. പക്ഷെ അവൻ പഠിച്ചില്ലെന്നറിയത്തില്ല. ആ പാട്ട് അന്നോട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനങ്ങ് പഠിച്ചു. പഠിക്കുക മാത്രമല്ല പലയിടത്തും അത് പാടുകയും ചെയ്തു. ഇന്ന് കാണുന്നതെല്ലാം നശ്വരമെന്നാൽ ഓ അഴിയാത്ത നിത്യ സ്വർഗം ദൈവം തന്നിടുമാ. അഴിയാത്ത സ്വർഗം ഈ മണ്ണിൻ ശരീരം നീങ്ങുമെന്നാളിൽ യേശുവെ പോലെയാകും ഞാൻ. ഈ മണ്ണിൻ ശരീരം നീങ്ങുമെന്നാളിൽ യേശുവെ പോലെയാകും ഞാൻ. ഓ ചേർന്നിടും ഞാൻ ശുദ്ധരൊത്ത്, ചേർന്നിടും ഞാൻ ശുദ്ധരൊത്ത്, പാടിയിടും രക്ഷയിൻ ഗാനം.
ഓ പാടിയിടും രക്ഷയിൻ ഗാനം. അടുത്ത ലൈൻ, നീലാകാശവും കടന്ന് ഞാൻ എൻ്റെ യേശു വസിക്കും നാട്ടിൽ. പറയണെങ്കിലേ ഇങ്ങനെ നീലാകാശവും കടന്ന് ഞാൻ എൻ്റെ യേശു വസിക്കും നാട്ടിൽ. ഓ ചേർന്നിടും ഞാൻ ശുദ്ധരൊത്ത്, ചേർന്നിടും ഞാൻ ശുദ്ധരൊത്ത്, പാടിയിടും രക്ഷയിൻ ഗാനം. ഓ പാടിയിടും രക്ഷയിൻ ഗാനം. നീലാകാശവും കടന്ന് ഞാൻ എൻ്റെ യേശു വസിക്കും നാട്ടിൽ. രാത്രി ആ പ്രത്യാശ അകത്തുള്ള ദൈവമക്കൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ പ്രത്യാശ അകത്തില്ലാത്തവരുണ്ടെങ്കിൽ ഈ രാത്രി, പ്രഥമ രാത്രി, ബാഹ്യമായ ചിന്തകളെല്ലാം ഒന്ന് കൊടഞ്ഞു കളഞ്ഞിട്ട് ഭാഗ്യകരമായ പ്രത്യാശയിലേക്ക് ഇന്ന് രാത്രി മടങ്ങി കയറി വരാൻ തമ്പുരാൻ നൽകുന്ന പ്രഥമ ദൂതിതാണ്. ഈ രാത്രി വിശ്വസിക്കുന്നവർ ചേർന്ന് കരമുയർത്തി ഒരുമിച്ച് ഹല്ലേലൂയ പറഞ്ഞാട്ട് പറ്റുന്ന കരമൊന്ന് വീശി ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ വിശുദ്ധന്മാരെല്ലാം കർത്താവിൻ്റെ വരവിൽ ഉയർത്തെഴുന്നു. കണ്ണിമിക്കുന്നതിനിടയിൽ ഉയർത്തെഴുന്നേറ്റ്. തള്ളപ്പെട്ടവർ കരയുന്നു, അല്ലാത്തവരിവിടെ പരിഭ്രാന്തരാകുന്നു. പക്ഷെ വിശുദ്ധർ ഉയർത്തെഴുന്നേറ്റു. നമ്മളെല്ലാമല്ല, വിശുദ്ധന്മാർ എഴുന്നേറ്റു. അപ്പം മേളിൽ ചെന്നാൽ പിന്നെ എന്തോ പരിപാടി? മേളിൽ ചെന്നാലുള്ള പരിപാടി എന്ന് പറഞ്ഞത്, അവനവൻ ശരീരത്തിൽ നിൽക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതിന് പ്രതിഫലം പ്രാപിക്കേണ്ടതിന് നമ്മളെല്ലാം കർത്താവിൻ്റെ മുമ്പാകെ നിൽക്കും. അവിടാണ് വിഷയം. ഞാൻ സമയം പോകുന്നു, എന്നാലും പറയട്ടെ. മരിച്ചവരെല്ലാം അവിടെ, ഉയർത്തെഴുന്നേറ്റവരെല്ലാം അവിടെ കർത്താവിൻ്റെ സിംഹാസനം. കമോൺ, ഓരോരുത്തർ പേരെന്നാ? ഏലപ്പാറ. ഫുൾ നെയിം പറ. അനീഷ ഏലപ്പാറ. ഓക്കെ. ID നമ്പർ ഉണ്ടോ? ഇല്ല, എന്നാലും ഒരു മനസ്സിലാക്കാൻ. ശരി, നമ്പർ പറ. ഇപ്പം ഞാൻ നമ്പർ പറഞ്ഞു കൊടുത്തു. 9447889337. അടിച്ചു കൊടുത്തപ്പോൾ എൻ്റെ ഫ്രൈസ് എല്ലാം വന്നു. വിശ്വാസത്തിൽ വന്ന കാലഘട്ടം മുതൽ മരണപ്പെട്ടതെന്ന് വന്നു വരെയുള്ള എൻ്റെ ഫുൾ ഹിസ്റ്ററി വന്നിട്ട് എൻ്റെ പ്രവൃത്തി മൊത്തം കർത്താവ് ശോധന ചെയ്തു. എന്തൊക്കെ പ്രവൃത്തി? സ്കൂൾ കിറ്റ് കൊടുത്തു, സ്കൂൾ ബാഗ് കൊടുത്തു, സാരി ഷർട്ട് പാവപ്പെട്ടവർക്ക് കൊടുത്തു. ശരി, എല്ലാം കൊണ്ടുവന്നാട്ടെ. കൊണ്ടുവന്ന പ്രവൃത്തി എല്ലാം കൂടെ തീക്കകത്തിട്ടേച്ച് ബാലൻസ് വരുന്ന സാധനം അനുസരിച്ചാണ് പ്രതിഫലം. സാരി എങ്ങാനും തീക്കകത്തിട്ടാൽ പിന്നെ ബാലൻസ് വല്ലതും വരുമോ? ദൈവത്തിൻ്റെ കണക്കെടുപ്പ് വിഷമം എനിക്കറിയത്തില്ല. നിങ്ങൾ എന്നോട് എൻ്റെ കൂടെ നിങ്ങളുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒരു കൺവെൻഷൻ പ്രസംഗിക്കുന്ന സ്റ്റൈലിലൊന്നും അല്ല ഞാൻ ഈ കാര്യം ചർച്ച ചെയ്ത്. കൊള്ളത്തിലെന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഭയങ്കര ബോറാന്ന് പറഞ്ഞു, ഐ ഡോണ്ട് കെയർ. പക്ഷെ എൻ്റെ ഉള്ളിൽ നിൻ്റെ പ്രാണനാ സംസാരിക്കുന്നത്. ഈ ദൈവത്തിൻ്റെ കണക്കെടുപ്പ് പാസ്റ്ററെ ഞെട്ടിപ്പോവും. അത് ബൈബിളിനകത്ത് ഒരു ഓഫറിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ബൈബിളിനകത്ത് ന്യൂ ടെസ്റ്റമെൻറ്റിൽ ഓരോ ഓഫറിംഗ് ഉണ്ട്, ഒറ്റ ഓഫറിങ്. സാധാരണ ഞങ്ങൾ ഈ ഓഫറിങ് ഇടുന്ന സമയത്ത് നോക്കി നിൽക്കാറില്ല. കാരണം വിഷമം വരും. കാരണം ഒന്ന്, 5000 രൂപയുടെ നിവൃത്തിയുള്ളവൻ 100 കൊണ്ട് വരുമ്പോൾ ചിലപ്പോൾ സങ്കടം വരും. ഗതികെട്ടവൻ വിഷമം ചിലപ്പോൾ വരും. 100 ഇടാൻ നിവൃത്തിയുള്ള അമ്മച്ചി 2000 കൊണ്ട് വരുമ്പോൾ ചിന്തിക്കും എവിടുന്നാണോ. അങ്ങനെ പല സമ്മിശ്രമായ വികാരം ഉണ്ടാകുന്നത് കൊണ്ട് സ്വോത്രാഴ്ച ഞങ്ങൾ നോക്കാറില്ല. മാറി നിന്ന് പാട്ട് പാടത്തേ ഉള്ളൂ. ഏതെങ്കിലും ഒരു പാട്ടായിരിക്കുമല്ലോ പാടുന്നത്. മിക്കവാറും ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്തിടും. അത് മാറിയത് പാടത്തുള്ളൂ, നോക്കത്തില്ല. പക്ഷെ ഒരു ദിവസം ഈ ഓഫറിങ് ഇടുന്നത് കർത്താവ് നോക്കി. ഇങ്ങോട്ട് നോക്കൂ. ഓരോരുത്തർ കൊണ്ടിടുമ്പോഴും ആ ഓഫറിങ് നോക്കിയിട്ട് ആ ഓഫറിങ്ങിന്റെ റിസൾട്ട് യേശു അപ്പം തന്നെ പറഞ്ഞു. ഈ വിധവ ഇട്ട കാശ്, പക്ഷെ ഇട്ടത് 2 കാശാണ്. ലിസൺ, ആ ചർച്ചിൽ ആ ഓഫറിങ് എന്നോട് നിൽക്കും. അതിൻ്റെ പേ സമയമായില്ലയോ? അതാണ് ഇനി പോവല്ലോ. സ്തോത്രാഴ്ചയുടെ ഉണ്ടല്ലോ അല്ലയോ? സ്തോത്രം നിർത്തിയേക്കാം നമുക്ക്. സ്തോത്രാഴ്ചയുടെ വരുമോ? അല്ല, 9 പറഞ്ഞുകൊണ്ടാണ് ഞാൻ ശാലം നീണ്ടുപോയില്ല. സ്തോത്രം. ആ ഓഫറിങ്ങിൽ യേശു നോക്കിയിട്ട് അപ്പം തന്നെ റിസൾട്ട് പറഞ്ഞു. ഈ ഓഫറിങ് ഓക്കെ. നോക്കൂ, ആകെ കൊടുത്ത് 2 കാശ. എൻ്റെ ചിന്ത 100 പേരിലധികം കാണും എന്ന് ഞാൻ ചിന്തിക്കുന്നു. അവരിട്ട ഓഫറിങ്ങിൽ ഒന്ന് മാത്രമാണ് തമ്പുരാൻ റിസൾട്ട് പറഞ്ഞതെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി ശോധനയുടെ മുമ്പിൽ ഭയത്തോടെ നിന്നേ പറ്റത്തുള്ളൂ. നാം ചിന്തിക്കുന്ന പോലെ കാര്യങ്ങൾ തിരിഞ്ഞു മറിയത്തില്ല. വിശ്വസിക്കുന്നവർക്കായി, തിരിച്ചറിയുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്.
സകല മനുഷ്യൻ്റെയും പ്രവർത്തന ശോധന ചെയ്തിട്ട് തക്കതായ പ്രതിഫലം നമുക്ക് ലഭ്യമാവും. എന്താണോ കിട്ടുന്ന ആ പ്രതിഫലം കിട്ടി, അയ്യോ കർത്താവിൻ്റെ കൂടെ നമ്മൾ, അതുകൊണ്ടാണ് നമ്മൾ ഈ പാട്ട് പാടുമ്പോൾ പാടത്തില്ലയോ, പ്രതിഫലം തന്നിടുവാൻ യേശു രാജൻ വന്നിടുവാൻ അധികമല്ലിനിയും നാളുകൾ നമ്മുടെ ആദി തീരാൻ. പ്രതിഫലം തരുന്ന ആൾ വരും, എടുത്തോണ്ട് പോയി പ്രതിഫലം തരും. ഒരു 7 years 7 വർഷം താഴെ മഹോദ്രവകാലം നടക്കുമ്പോൾ മേളിൽ കർത്താവിൻ്റെ കൂടെ നമ്മൾ വസിക്കും. ഒരു 7 വർഷം. അത് കഴിഞ്ഞാലോ, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നൊരു വരവുണ്ട്, 1000 ആണ്ട് വാഴ്ച. അതാണ് ബൈബിൾ പറയുന്നത്. എങ്ങനെ? ഒരു പുതിയ ലോകം, പുതിയൊരു അന്തരീക്ഷം കർത്താവിൻ്റെ കൂടെ പുതിയതായി ആയുസ്സിൽ ഭൂമിയിൽ 1000 ആണ്ട് വാഴ്ച. അതിനുശേഷമാണ് നിത്യത തുടക്കപ്പെടുന്നത്. ഇന്ന് രാത്രി എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുമ്പോൾ ഇതിനപ്പുറത്തൊരു ഭാഗം കൂടെ ഞാൻ പറയാം. ഞെരുക്കവും ദുഃഖവും കണ്ണുനീരും മുറവിളിയും അനുഭവിച്ച് നിത്യമായ കാലഘട്ടം നരകത്തിൽ കിടക്കാൻ വിധിക്കപ്പെട്ടവർ ധാരാളമുണ്ട്. നരകത്തിൽ ചെലവഴിക്കണോ അതോ സ്വർഗത്തിൽ ചെലവഴിക്കണോ? എന്തായാലും ഈ ഭൂമിയിൽ നിന്ന് പോകുമെന്ന് ഞാൻ പറഞ്ഞു. പോകും. ശുദ്ധ ബൈബിൾ പറഞ്ഞെങ്ങനെയാണ്? ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി എല്ലാവർക്കും ഉണ്ട്. എവരി പീപ്പിൾ, എവരി വൺ, എല്ലാവർക്കും ഉണ്ട്. ഡൈവേർട്ട് ചെയ്യും. ഒന്നെങ്കിൽ സ്വർഗം, നരകം. എങ്ങോട്ട് പോകണം? സ്വർഗത്തിൽ പോകണം. ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. യേശുവിനെ നിന്റെ രക്ഷിതാവും നിന്റെ കർത്താവുമായി വിശ്വസിക്കുക. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ പാപ പരിഹാരത്തിനു വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച് അവസാനത്തുള്ള രക്തം വരെയും ഊറ്റിക്കൊടുത്ത് മനുഷ്യനെ നിത്യരാജ്യത്തെത്തിക്കാൻ വേണ്ടി കാൽവറിയിൽ മരിച്ച യേശു എൻ്റെ രക്ഷിതാവും എൻ്റെ കർത്താവുമാണെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നെങ്കിൽ ഈ രാത്രിയിൽ നരക വിധി ഒഴിഞ്ഞിട്ട് നിനക്ക് സ്വർഗരാജ്യത്തിന്റെ പ്രവേശനത്തിന്റെ വാതിൽ എൻ്റെ തമ്പുരാൻ തുറക്കും. അതല്ല ഇതൊരു കെട്ടുകഥയാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ പേടിക്കണ്ട. ഇതിനപ്പുറത്തൊരു സ്ഥലമുണ്ട്. കെടാത്ത തീയെ, ചാകാത്ത പുഴു, ഭൂമി പുതപ്പായിട്ടുള്ള ഒരു മറ്റൊരു സ്ഥലമുള്ള ഒരു നരകം എന്നാണ്. അവിടെ സ്പെൻഡ് ചെയ്യേണ്ടവരും. പ്രിയരെ, ഇന്ന് രാത്രി യോഗം നടത്തുന്നതിന് ഒറ്റ ഉദ്ദേശം, മുണ്ടത്താനത്തുള്ള ഓരോരുത്തരണം പോലും നരകത്തിൽ ചെന്നയ്യം വിളിക്കാതെ നിത്യരാജ്യത്ത് എത്തിച്ചേരണമെന്നുള്ള ഒരു ഇന്നസെന്റായ ആഗ്രഹത്തിന്റെ പരിണിത ഫലമാണ് ഈ കൺവെൻഷൻ. ഇന്ന് രാത്രി മനസ്സിലാക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. രക്ഷ സിമ്പിൾ ആയതാണോ ഒരു പ്രശ്നമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 50,000 രൂപ മുടക്കാനാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ തയ്യാറായത്. പരാക്രമശാലിയാണെങ്കിലും കുഷ്ഠരോഗിയായ മനുഷ്യൻ ചെന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഈ യോർദാനിൽ ഒരു 7 times മുങ്ങിയിട്ട് പൊക്കോ. പുള്ളിക്ക് ദേഷ്യം വന്നു. അപാനയും പർപ്പരയും ഒക്കെ ഉള്ളപ്പോഴാണ് 7 times ഈ കാലക്ക വെള്ളത്തിൽ പുള്ളിക്ക് ദേഷ്യം വന്നു. സിമ്പിൾ ആയതാണ്. അപ്പം അയാളുടെ ദാസൻ പറഞ്ഞു, എൻ്റെ യജമാനെ ലക്ഷങ്ങൾ ചോദിച്ച് കൊടുക്കത്തില്ലായിരുന്നു, നമ്മൾ എന്തെല്ലാം കൊണ്ടുവന്നു, ഇതിപ്പം കാശ് മുടക്കില്ലാത്ത കാര്യമല്ലയോ, വിശ്വസിക്കുക, അത്രയല്ലേ ഉള്ളൂ, യജമാനും വന്നാട്ടെ. പുള്ളി പറഞ്ഞു, നോ, വാ. വിവരമുള്ള ദാസന. അപ്പം ഇയാൾ മുങ്ങി. അയാൾ പറഞ്ഞിട്ട് മുങ്ങിയപ്പോൾ ഒന്നും വന്നില്ല. കലിപ്പിച്ചാ നോക്കുന്നത്. അപ്പം അയാൾ കരയെന്ന് പറഞ്ഞു, ഒന്നുകൂടെ മുങ്ങിയപ്പോഴും മാറിയില്ല. അപ്പം പുള്ളി കരയുന്നു, ഒന്നുകൂടെ. 7ാമത്തെ പ്രാവശ്യം പൊങ്ങിയപ്പോൾ ഒരു കൊച്ചു ബാലകൻ്റെ ദേഹം പോലായി. അയാൾക്കിത് ചെയ്യാൻ തടസ്സമായത് സിമ്പിളായി പോയി എന്നതാണ്. രക്ഷ സിമ്പിളായി. പറഞ്ഞാൽ മതിയോ? യേശുവിനെ കർത്താവായി വിശ്വസിച്ചാൽ മതി. ഒന്നും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട, ഒന്നും വിശ്വസിച്ചാൽ മതി. സിമ്പിളായി പോയതാണ് പ്രശ്നം. വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്കറിയാമോ? അത് മതി. സ്തോത്രം. വിശുദ്ധ ബൈബിൾ പറഞ്ഞ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം അവനെ, യേശുവിനെ നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചു. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുമ്പോൾ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഭൂമി ആരുടെയും സ്വന്തമല്ല. ഇവിടുന്ന് പോകും. മരിച്ചവർ അക്ഷയരാ ഉയർക്കും. ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കും. നമ്മളെ വിധിക്കും. ഒന്നെങ്കിൽ സ്വർഗത്തിൽ ശാശ്വതവാസം, അല്ലെങ്കിൽ നരകത്തിൽ ശാശ്വതവാസം. അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊരു ചേഞ്ച് ഇല്ല. അത് നിന്റെ ഫൈനൽ സ്ഥലമാണ്. ഇന്ന് രാത്രി തീരുമാനിക്കാം ഞാൻ എങ്ങോട്ട് പോകണമെന്നുള്ളത്. ഓട്സിന് ലൈഫിനെ നീട്ടുന്നതിൽ പരിമിതിയുണ്ട്.
നടത്തം നല്ലതാണെങ്കിലും ലൈഫ് നീളത്തില്ല. ആയുസ് തീരുന്നൊരു ദിവസമുണ്ട്. സെമിത്തേരിയിൽ കൊണ്ട് മറവ് ചെയ്യുന്നൊരു നാളുണ്ട്. എപ്പോഴാന്ന് മാത്രം അറിയില്ല. സെല്ലിനപ്പുറത്തുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന വിവേകമുള്ളവരായി മാറാൻ ഇന്ന് രാത്രി നമുക്ക് സമർപ്പിക്കപ്പെടാം. ഒരു നിമിഷം ആ കണ്ണുകളൊന്ന് അടച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യും. ഈ ആത്മീയ ശുശ്രൂഷയുടെ പ്രാരംഭ ദിവസം നിത്യതയെക്കുറിച്ചും യേശുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും സ്വർഗവാസത്തെക്കുറിച്ചും ഒരല്പമായി ചർച്ച ചെയ്യാൻ അവിടുന്ന് നൽകിയ കൃപകൾക്കായിട്ട് സ്തോത്രം. ജനത്തിൻ്റെ മനസ്സിൽ ഇതെങ്ങനെ പതിയപ്പെട്ടു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഈ വിഷയങ്ങൾ ചിന്തിപ്പാനിടയാക്കണമേ. ഞങ്ങളുടെ ഡ്രൈനസ് മാറണം, ഞങ്ങളുടെ ഉഴപ്പുകൾ മാറണം, ഞങ്ങൾ വിശ്വാസ ജീവിതം ഗൗരവമായി കാണാൻ സഹായിക്കും. യേശു മൂലം ഞങ്ങൾക്ക് നൽകിയ രക്ഷയുടെ ഗൗരവം ഞങ്ങളുടെ മേൽ പകരണം. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ നമ്മുടെ കരമെല്ലാം ഉയർത്തി ഒരുമിച്ചൊരു സ്തോത്രം എന്ന് പറഞ്ഞ ശക്തിയോടെ ആ കരമൊന്ന് വീശി ഒരുമിച്ചൊന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കേണ്ട യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് ഓൾ ഓഫ് യു. സ്തോത്രം.